സ്വാമി. ഓം ശ്രീ ഗണേശ ശരദാ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം നമോ ഭഗവതേ സായി ദേവായ. മുഖം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരി ഓം. നമ്മള് ദൈവാസുര നമ്മുടെ ഭഗവത്ഗീത വിചാരത്തിന്റെ 105-ാമത്തെ പാർട്ടാണ് നമ്മൾ എടുക്കുന്നത്. ദൈവാസുര സമ്പദ് വിഭാഗ യോഗത്തിന്റെ 7 ശ്ലോകങ്ങൾ നമ്മൾ എടുത്തു. 8-ാമത്തെ ശ്ലോകത്തിലേക്ക് നമ്മൾ പോവുകയാണ്. 7-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ അസുരവർഗത്തിന്റെ അസുര സ്വഭാവവും ദൈവ സ്വഭാവവും അതാണ് ഇവിടെ പറയുന്നത്. ദൈവികമായ സ്വഭാവവും ആസുരികമായ സ്വഭാവവും. അപ്പം അസുര വർഗത്തിന്റെ സാമാന്യ ലക്ഷണം ഭഗവാൻ പറഞ്ഞത്, അസുരവർഗത്തിന് പ്രവൃത്തി മാർഗത്തിലാണ് കൂടുതൽ ഇൻട്രസ്റ്റ്. അതായത് ഭൗതികമായ ജീവിതത്തിലും അതിൽ മാത്രം മുഴുകിയിട്ട് എല്ലാം ഭൗതികമാണ്. അവർക്ക് ഈശ്വരനെ പറ്റി ഒരു വിചാരവും ഉണ്ടാവില്ല. അസുരമാർഗം ഉള്ളവർക്ക് അവർക്ക് പ്രവൃത്തിയെന്നും നിവൃത്തി എന്നുള്ള വ്യത്യാസമില്ല. അവർക്കൊന്നിലും മനഃശുദ്ധി ഉണ്ടാവില്ല, സ്വഭാവശുദ്ധി ഉണ്ടാവില്ല, അവർക്ക് സത്യം കാണാൻ പറ്റില്ല, അവർ അസത്യവാദികളായിരിക്കും. ഇങ്ങനെ എല്ലാ നിലയിലും വളരെ അധപ്പതിച്ച രീതിയിലുള്ള സ്വഭാവ സവിശേഷതകളാണ് ഒരാളെ ആസുര വർഗമാക്കി മാറ്റുന്നത്. സ്വഭാവത്തിലൂടെയാണ് ഒരാള് അസുരനാണോ ദേവനാണോ എന്ന് തീരുമാനിക്കപ്പെടുന്നത്. അപ്പം ആസുരി സമ്പന്നന്മാരുടെ സാമാന്യമായ ലക്ഷണമാണ് ഭഗവാൻ വിവരിച്ചു തന്നത്. അത് കഴിഞ്ഞിട്ട് ജഗത്തിന്റെ നിലനിൽപ്പിന് നമ്മളെല്ലാം എന്താണ് വിശ്വസിക്കുന്നത്? ജഗത്ത് മുഴുവൻ ഈശ്വരൻ നിറഞ്ഞിരിക്കുന്നു, ഈശ്വരന്റെ സങ്കല്പമില്ലെങ്കിൽ ഒരു പുൽക്കൊടി പോലും അലങ്ങില്ല എന്നാണ് സാധാരണമായ ഭക്തരും ഈശ്വര വിശ്വാസികളും ആയ എല്ലാവരുടെയും പൊതുവെ ആരും വിശ്വസിക്കുന്ന അതാണ്. പക്ഷെ ഈ ആസുര സ്വഭാവമുള്ളവർക്ക് അങ്ങനെ അവർക്ക് ജഗത്തിന്റെ നിലനിൽപ്പിനെ പറ്റിയുള്ള വീക്ഷണം എന്തെന്നാണ് ഇനിയും ഭഗവാൻ നമുക്ക് പറഞ്ഞുതരാൻ പോണത്. അവരെന്താണ് വിചാരിക്കുന്നത്? അതാണ് 8-ാമത്തെ ശ്ലോകം. അസത്യം അപ്രതിഷ്ഠം തേ ജഗദാഹു അരീശ്വരം അപരപ്സര സംഭൂതം കിമന്യാത് കാമഹൈതുകം. തേ എന്ന് പറയുന്ന ആസുര സമ്പന്നന്മാർക്ക് ഈ പ്രപഞ്ചം സത്യമായ ഒരു വസ്തുസ്വരൂപത്തോട് കൂടിയതല്ലെന്നും ഉറപ്പായ ഒരാശ്രയം നമ്മളെല്ലാം വിശ്വസിക്കുന്നത്, ദൈവിക സ്വഭാവമുള്ളവർ വിശ്വസിക്കുന്നത് ഈശ്വരന്റെ ആശ്രയത്തിലാണ്. ഈശ്വരമാണ് അടിസ്ഥാനം. അവര് പറയണത് ഒരാശ്രയമൊന്നും ഇല്ല, നിയമബദ്ധമായിട്ട് പ്രവർത്തിപ്പിക്കുന്ന ഒരു ചൈതന്യമോ ശക്തിയോ ഒന്നും അവിടെ ഇല്ല, അങ്ങനെ ഒരു നിയന്താവൊന്നുമില്ല. സ്ത്രീ പുരുഷ സംയോഗം കൊണ്ട് മാത്രമാണ് ഈ ലോകം ഉണ്ടാകുന്നതും നിലനിൽക്കുന്നതും. കാമപൂർത്തി വരുത്തുന്നതിനായിട്ട് മാത്രമാണ് ഈ ലോകം നിലനിൽക്കുന്നത്. മറ്റൊന്നിനും ഇതിൽ ഒരു അർത്ഥമില്ല എന്നാണ് അവർ പറയുന്നത്. വേറെ ഒന്നും ഒരർത്ഥവുമില്ല. കാരണം കാമപൂർത്തിക്കായി നിലകൊള്ളുന്നതാണ് ഈ ലോകം, ഈ പ്രപഞ്ചം. കിം അന്യൻ, മറ്റൊന്നും സാരമായില്ലെന്നും ആഹു എന്ന് അവര് വാദിക്കുന്നു. അവരുടെ വാദം എന്താണ്? ജഗദാഹുര അനീശ്വരം. ജഗതെന്ന് പറഞ്ഞാൽ അനീശ്വരമാണ്, ഈശ്വരനൊന്നും ഇല്ല എന്നാണ് പറയണത്. ഭൗതിക മോഹമാണ് ആസുരീയ സമ്പത്തിനെ വഴിതെളിക്കുന്നത്. വൈദിക കാലം മുതൽ ആധുനിക കാലം വരെ തുടർന്നു പോരുന്ന ആസുരി സമ്പന്നന്മാരുടെ എത്രയോ കാലം തൊട്ട്, വൈദിക കാലം എന്ന് വെച്ചാൽ 10,000-കണക്കിന് വർഷങ്ങൾക്ക് മുൻപാണ്. മനുഷ്യൻ ഉണ്ടായ കാലം തൊട്ടുള്ളതാണ് ഈ വൈദിക കാലം എന്ന് പറയുന്നത്. ഇന്ന് ആധുനിക കാലം വരെ തുറന്നു പോരുന്ന ആസുരി സമ്പന്നന്മാര് ഭഗവാൻ അതും കൂടി പറഞ്ഞു വെച്ചിരിക്കണേ. ഇന്നത്തെ ആസുര സ്വഭാവമുള്ളവരുടെ സ്വഭാവം ഇത് തന്നെയാണ്. ഇടക്കാലത്ത് നമ്മൾ ഓരോ യുഗങ്ങളിൽ കണ്ടിട്ടുണ്ടല്ലോ പല ആസുരന്മാരെ, കംസനെയും രാവണനെയും ഹിരണ്യപക്ഷു എല്ലാവരുടെയും ഒരേ സ്വഭാവമാണ്. ദുര്യോധനാദികൾ ഇവർക്കൊക്കെ ആസുര സമ്പത്താണ് അവർക്കെല്ലാം ഉണ്ടായിരുന്നത്. അപ്പം അവര് പറയുന്നത് ഈ പ്രപഞ്ചം ജഡഭൗതികമാണെന്നാണ് അവരുടെ വാദം. ഇത് തന്നെയാണ് ഭൗതികവാദം. ഭൗതിക വസ്തുക്കളുടെ ഒരു പരിണാമ പ്രവാഹമാണ്. സയൻസും അതാണല്ലോ പറയണത്.
ഡാർവിന്റെ ഇതൊക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷെ അതിനെല്ലാം ആധാരമായിട്ടാണ് നമ്മളുടെ 10 അവതാരങ്ങൾ പോലും. മനസ്സില്ലേ? ഡാർവിന്റെ സിദ്ധാന്തത്തെ തന്നെ എത്രയോ കാലം മുമ്പ് ഭഗവാന്റെ അവതാരങ്ങളിലൂടെ നമ്മുടെ സനാതന ധർമ്മം തെളിയിച്ചിരിക്കുന്നു. പക്ഷെ അതൊന്നും അവര് വാദത്തിലെടുക്കൂല. അവര് സത്യമായ വസ്തുസ്വരൂപമായി ഒന്നും അവശേഷിക്കുന്നില്ല. ഭൗതിക പ്രവാഹത്തിന് ആരംഭിക്കുവാനും അവസാനിക്കുവാനും സ്ഥിരമായ ഒരു ആശ്രയം ഉണ്ടോ? അതില്ല. അപ്പം ഈ ഈ പരിണാമ പ്രവാഹം ഒന്നിനെയും സ്ഥിരമായി ആശ്രയിക്കുന്നില്ല. ഇതിനെ നിയമബദ്ധമായി ചലിപ്പിക്കുന്ന നിയന്താവുമില്ല എന്നാണ് അവര് പറയണത്. വെറും സ്ത്രീ പുരുഷ സംയോഗം കൊണ്ടുണ്ടായി, അല്ലെങ്കിൽ ഭൗതിക വസ്തുക്കൾ ഏറ്റുമുട്ടി, അങ്ങനെ ഉണ്ടാവുമല്ലോ. പിന്നെ രണ്ട് വസ്തുക്കൾ കൂട്ടിമുട്ടിയിട്ടും പൊട്ടിത്തെറിച്ചും ചിന്ന ഭിന്നമായിട്ടും അങ്ങനെയൊക്കെ വേറൊരു വസ്തു ഉണ്ടാവാം, അങ്ങനെ ഉണ്ടാവാം. അങ്ങനെയൊക്കെയാണ് ഈ പ്രപഞ്ചം ഉണ്ടായത് എന്നാണ് അവരുടെ വാദം. അപ്പം അതിലെ ജീവികളുടെ കാമപൂർണത്തിന് വേണ്ടി അതിൽ കവിഞ്ഞ സാരമായ ഒരു പ്രയോജനവും ഇതുകൊണ്ട് ഉണ്ടാവാനില്ല. ഭൗതികവാദം ഏതേത് പുതിയ രൂപം കൈക്കൊണ്ടു വന്നാലും ഇതാണ് അവരുടെ വാദഗതികളുടെ അടിസ്ഥാനം. ഈ വാദഗതിയാണ് അവർക്കുള്ളത്. നമ്മൾ ഈ യുക്തിവാദികളെയൊക്കെ എത്ര കേട്ടിരിക്കണോ കണ്ടിരിക്കണോ, അവരുടെയൊക്കെ വാദമുഖം ഇത് തന്നെയാണ്. ഈ വാദങ്ങളുടെ എല്ലാം ബാലിശത്വം ചിന്തിക്കുന്നവർക്ക് അതിന് അത്ര അർത്ഥശൂന്യമായിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം പറയണത്. കാരണം എന്താണ്? ഭൗതിക പദാർത്ഥ രൂപങ്ങൾ മാറി മാറി വരുന്നത് കൊണ്ട് രൂപങ്ങൾ മാറി മാറി പ്രത്യക്ഷപ്പെടുവാൻ അധിഷ്ഠിതമായ ഒരു വസ്തു കൂടിയേ തീരൂ. നമ്മുടെ 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 പിന്നെ തിരശ്ശീല തന്നെ എടുക്കാം. നമ്മുടെ തിരശ്ശീലയിൽ മാറി മാറി വരുന്ന സിനിമയിലെ ഓരോരോ എത്രയെല്ലാം സംഭവങ്ങൾ മാറി മാറി നടക്കുന്നു. എന്തുകൊണ്ടാണ് മാറി മാറി വരാൻ കാണാൻ നമുക്ക് സാധിക്കുന്നത്? അവിടെ അടിസ്ഥാനമായിട്ടൊരു തിരശ്ശീല ഉള്ളത് കൊണ്ട്. ആ തിരശ്ശീല അവിടെ ഇല്ലെങ്കിൽ നമുക്കൊന്നും കാണാൻ പറ്റില്ല. പക്ഷെ അവരാ വാദമുഖം സ്വീകരിക്കുന്നില്ല. അത് അവർക്ക് ബുദ്ധിയില്ല. ഉണ്ട്, പക്ഷെ ഉണ്ടെന്ന് അംഗീകരിക്കുന്നില്ല. അതാണ് ഈ രൂപങ്ങൾ പ്രത്യക്ഷപ്പെട്ട് മറയുന്നതുണ്ടല്ലോ. പ്രത്യക്ഷപ്പെട്ട് മറയുന്നത് എവിടുന്നാണ്? അവര് പറയണ അങ്ങനെയൊന്നും ഇല്ലെന്നല്ലേ. അപ്പം അതുപോലെ എവിടെയെങ്കിലും തുടങ്ങുകയോ ഒടുങ്ങുകയോ ചെയ്യാതെ ഒരു പ്രവാഹം എങ്ങനെ ഉണ്ടാകും? ഒരു നദി എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? ഒരു കുന്നിന്റെ മുകളിൽ നിന്ന് ഉത്ഭവിക്കുന്നു, ഒഴുകുന്നു, എവിടെ ചെന്ന് ഒഴുകിക്കൊണ്ടേ ഇരിക്കുകയാണോ? അതിന് അവസാനം ഒരു ലക്ഷ്യമുണ്ടല്ലോ. എന്താണ് ആ ലക്ഷ്യം? അത് ചെന്ന് പതിക്കുന്നത് സമുദ്രത്തിലാണ്. അപ്പൊ അതിന് തുടക്കത്തിനൊരു സ്ഥലമുണ്ട്, ഒടുക്കത്തിനൊരു സ്ഥലമുണ്ട്, നടുവിലാണ് അതിങ്ങനെ പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴ് അതുപോലെ എവിടെയെങ്കിലും തുടങ്ങുകയോ ഒടുങ്ങുകയോ ചെയ്ത ഒരു പ്രവാഹം എങ്ങനെ ഉണ്ടാകുമെന്നാണ് ഇവര് പറയുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഈ പ്രപഞ്ചത്തിന്റെ ഗതിവിഗതികൾ, ഇപ്പം നമ്മുടെ ഒരുപാട് ഗ്രഹങ്ങളൊക്കെ അതിന്റെ തന്നെ സൗരയൂഥത്തിലെ ഗ്രഹങ്ങളെല്ലാം അതിന്റെ പാത ഓർബിറ്റിൽ കൂടെ മാത്രം ചലിക്കുന്നു. ഓർബിറ്റ് എങ്ങാനും മാറിപ്പോയാൽ എന്തായിരിക്കും ഈ പ്രപഞ്ചത്തിന്റെ സ്ഥിതി? സൂര്യൻ ചലിച്ചു പോയാൽ, ഭൂമി ചലിച്ചു പോയാൽ, അല്ലെങ്കിൽ മാർസ്, അല്ലെങ്കിൽ ബുധൻ, അല്ലെങ്കിൽ വ്യാഴം, ഇതൊക്കെ അതിന്റെ പഥം വിട്ടുപോയാൽ ഈ നമ്മുടെ പ്രപഞ്ചത്തിൽ എന്താ സംഭവിക്കുക? നക്ഷത്രങ്ങളൊക്കെ അവരുടെ ഇഷ്ടം പോലെ നടന്നാൽ അപ്പൊ അതിനെയൊക്കെ നിയന്ത്രിക്കുന്ന ഒരു മഹാശക്തി ഉണ്ട് എന്ന് അവർ വിശ്വസിക്കുന്നില്ല. ഉണ്ട്, പക്ഷെ അവര് അംഗീകരിക്കുന്നില്ല. അതാണ്. അപ്പൊ എല്ലാം ഇതൊക്കെ അനുസരിപ്പിക്കുന്നതും ഇതൊക്കെ ഏർപ്പെടുത്തിയതും ആരാണ്? ഒരാളുണ്ടെങ്കിലല്ലേ, ഒരു ശക്തി ഉണ്ടല്ലോ, ഇല്ലെങ്കിൽ എങ്ങനെയാണ്? അപ്പം ഈ സ്ത്രീപുരുഷ സംയോഗം കൊണ്ടുണ്ടായി എന്ന് പറഞ്ഞാൽ പഞ്ചഭൂതങ്ങളും സൗരയൂഥ ഘടകങ്ങളും എല്ലാം അങ്ങനെയാണോ ഉണ്ടായത്? അപ്പൊ സ്ത്രീപുരുഷ സംയോഗം കൊണ്ടാണ് പ്രപഞ്ചം ഉണ്ടായതെന്ന് അവര് വാദിക്കുന്നു. ശരി, ആ വാദം ഞങ്ങൾ സമ്മതിച്ചു തരികയാണെങ്കിൽ സൗരയൂഥം എങ്ങനെ ഉണ്ടായി? ഗ്രഹങ്ങൾ എങ്ങനെ ഉണ്ടായി? സ്ത്രീപുരുഷ സംയോഗം കൊണ്ടാണോ ഗ്രഹങ്ങൾ ഉണ്ടായത് എന്നാണ് ചോദിക്കുന്നത്. കാമപൂരണമാണ് ജഗത്തിന്റെ പ്രയോജനമെങ്കിൽ ഈ ജഗത്തിൽ ആരുടെ കാമവും പൂർണ്ണമായി അനുഭവപ്പെടുന്നില്ലല്ലോ. ഈ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരമില്ലാതെ ബാലിശമായ പ്രസ്താവനകളാണ് ആശ്രയ സമ്പന്നരുടെ ഭൗതിക വാദഗതി. അതായത് ഈശ്വരനില്ല, പിന്നെ അവരുടെ വാദഗതി എന്താണ്? ഈശ്വരനൊന്നുമില്ല, ഒരു ശക്തിയുമില്ല, അങ്ങനെ ഒരു അനുസരിപ്പിക്കാനായിട്ടൊരു ശക്തിയൊന്നുമില്ല, അതിനെ നിലനിർത്താനോ അവസാനിപ്പിക്കാനോ ഒരു ശക്തിയില്ല, ആദ്യമില്ല അന്തവുമില്ല, ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. സ്ത്രീപുരുഷ സംയോഗം കൊണ്ടാണ് ഈ പ്രപഞ്ചം ഉണ്ടായത്. ഇതൊക്കെയാണ് അവരുടെ വാദമുഖങ്ങൾ. ഇതൊക്കെ എത്ര എത്ര പിന്നെ എന്താ പറയാ, എത്ര ബാലിശവും എത്ര ഒരു കഴമ്പില്ലാത്ത യുക്തിവാദം. അതാണ് അവർ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ സാമാന്യ ലക്ഷണങ്ങളെയും വാദഗതികളെ അവലംബിച്ച് ആസരി പിന്നെ സമ്പന്നന്മാർ എന്താണ് ചെയ്യുന്നത്? ജഗത്തിന് മുഴുവൻ അവര് ദുഃഖമാണ് പ്രദാനം ചെയ്യുന്നത്. ജഗത്തിന് മുഴുവൻ അവര് ദുഃഖം
പ്രദാനം ചെയ്ത് ദുഃഖഹേതുവായിട്ട് മാറുന്നു. പ്രപഞ്ചത്തിന് ദുഃഖം നൽകുന്നത് ഈ ആസുരി സമ്പന്നരായ ആൾക്കാരുള്ളതാണ്. ഇത് പറയാതെ നമുക്ക് തന്നെ അറിയാം, നമ്മുടെ ചുറ്റും ആസുര സമ്പന്നരായ ആൾക്കാർ ഒരുപാടുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ ദുഃഖങ്ങളൊക്കെ അനുഭവിക്കുന്നത്, അല്ലെ? അപ്പൊ അതാണ് ഭഗവാൻ പറഞ്ഞു വരുന്നത് 9ാമത്തെ ശ്ലോകത്തിൽ. ഏതാം ദൃഷ്ടിം അവഷ്ടഭ്യ നഷ്ടാത്മാനോ അല്പബുദ്ധയഃ പ്രഭവന്തു കർമാണഃ ക്ഷമയായ ജഗതോ ഹിതാ. ഏതാം ദൃഷ്ടി, ഇപ്രകാരമാണ് അവരുടെ ലോകവീക്ഷണം. ദൃഷ്ടി എന്ന് വെച്ചാൽ വീക്ഷണം. അവരുടെ വീക്ഷണം ഇതാണ്. അത് അവഷ്ടഭ്യ, തീരുമാനിച്ചുറച്ചുകൊണ്ട്, നഷ്ടാത്മന, ആത്മാവ് നഷ്ടപ്പെട്ടവരായി. അതായത് ഇങ്ങനെ ഒരു തീരുമാനത്തോടുകൂടി വാദഗതിയോട് ജീവിക്കുന്നവർ ആത്മനില്ലാത്തവരാണ്. ആത്മാവ് നഷ്ടപ്പെട്ടവരായ, അല്പബുദ്ധയ, അല്പദൃശ്യങ്ങളായ ജഡങ്ങൾ സത്യമെന്ന് ഭ്രമിക്കുന്നവരായ, ഉഗ്രകർമാണ്. അവർക്ക് എന്ത് ചെയ്യും? അവര് ക്രൂരപ്രവൃത്തികൾ ചെയ്യും. അവര് ക്രൂരപ്രവൃത്തികൾ ചെയ്തുകൊണ്ട് അഹിത, ലോകത്തിനും തനിക്കും ശത്രുക്കളായി അവര് തന്നെ തീരുന്നു. ജഗതക്ഷയായ, അത് ജഗത്തിന് ആപത്തും ഉണ്ടാക്കുന്നതാണ് എന്നാണ്. ഇപ്രകാരമുള്ള ലോകവീക്ഷണം അവരുടേത് മാതിരി ശ്രീപുരുഷ സംയോഗം കൊണ്ട് മാത്രമാണ് ഈ പ്രപഞ്ചം ഉണ്ടായതെന്നും ഈശ്വരൻ എന്നൊരു ചൈതന്യം ഇല്ല എന്നുമുള്ള അവരുടെ വാദം, ആ ലോകവീക്ഷണം തീരുമാനിച്ചുറച്ചുകൊണ്ട് ആത്മാവ് നഷ്ടപ്പെട്ടവരായി, അല്പദൃശ്യങ്ങളായ ജഡങ്ങൾ സത്യമെന്ന് ഭ്രമിക്കുന്നവരായി, ക്രൂരപ്രവൃത്തികൾ ചെയ്യുന്നവരായി, തനിക്കും ലോകത്തിനും ശത്രുക്കളായി അവർ ജഗത്തിന് ആപത്തുണ്ടാക്കിക്കൊണ്ട് ജീവിക്കുന്നു. നഷ്ടാൽപ്പനോ അല്പബുദ്ധയ എന്നാണ് ഭഗവാൻ പറയുന്നത്. അവര് ആത്മാവ് നഷ്ടപ്പെട്ടവരാണ്, അതുപോലെ അല്പബുദ്ധികളാണ്. പുറമേ കാണപ്പെടുന്ന ജഡദൃശ്യങ്ങൾക്കും ഒരു സത്യമില്ലെന്ന് കരുതുന്നവരാണ്. അപ്പുറം, അതായത് ഈ പുറമേ കാണുന്നത് മാത്രമാണ് സത്യം, അതിനപ്പുറത്തേക്കൊന്നും ഉണ്ടെന്ന് ചിന്തിക്കാനുള്ള ഹൃദയ വിശാലതയോ വീക്ഷണ വിശാലതയോ അവർക്കില്ല. അവർ വിശാലതയിൽ കാണുന്നത് മാത്രമാണ് സർവവും സത്യം. അല്പബുദ്ധികൾ എന്നാണ് അവരെ ഭഗവാൻ വിളിക്കുന്നത്. അവരുടെ ബുദ്ധി നാമരൂപങ്ങളിൽ വേർപിരിയുന്ന അല്പഭാവങ്ങളെ മാത്രം ആശ്രയിക്കുന്നു. ഇവയെല്ലാം കോർത്തിണക്കുന്ന പൂർണ്ണഭാവം എന്താണെന്ന് അറിയുവാൻ അവർ ശ്രമിക്കുന്നില്ല. അങ്ങനെ പൂർണ്ണമായി ആത്മാവ് അവർക്ക് നഷ്ടപ്പെടുന്നു. ജഡബുദ്ധിയിൽ ചേതനമായ ആത്മാവ് പ്രകാശിക്കുകയില്ല. അല്പദർശനത്തിൽ സുഖമില്ല, പൂർണ്ണദർശനത്തിൽ മാത്രമേ സുഖമുള്ളൂ. ഇതാണ് ഉപനിഷത്തുകൾ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. വസ്തുത ഇതാണെങ്കിലും അല്പബുദ്ധികൾ അല്പദർശനങ്ങളിലാണ് സുഖം തിരയുന്നത്. അതിനപ്പുറം സത്യമില്ലെന്നാണല്ലോ അവര് പറയുന്നത്. അല്പങ്ങളിൽ സുഖം തിരയുന്ന അവർക്ക് ഒന്നിലും കാര്യമായ സുഖം കണ്ടെത്തുവാൻ കഴിയുകയില്ല. സുഖമില്ലാത്തിടത്ത് എങ്ങനെയാണ് അത് കണ്ടെത്തുക? തുടർന്ന് കൂടുതൽ കൂടുതൽ ജഡസാമഗ്രികൾ കൈക്കൊള്ളുവാൻ അവരുടെ ഹൃദയം വെമ്പൽ കൊള്ളും. ഈ ആശ്രസമ്പന്നന്മാരാണ് ഈ സ്വത്തുകളും വസ്തുവകളും ഒക്കെ ഉണ്ടാക്കാൻ ഇങ്ങനെ പരക്കം പാഞ്ഞ് നടക്കുന്നത്. എത്ര കിട്ടിയാലും തൃപ്തിയില്ലാതെ പിന്നെയും 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 അസാൻമാർഗീയ ഏത് മാർഗം പോലും ശുദ്ധമാവണമെന്നില്ല അവർക്ക്. ഏതെങ്കിലും രീതിയിൽ എങ്ങനെയെങ്കിലുമൊക്കെ കൈക്കലാക്കാനായിട്ട് അവരുടെ ഹൃദയം വെമ്പൽ കൊണ്ടുകൊണ്ടേയിരിക്കും. നിരാശ, അപ്പൊ കിട്ടാതെ വരുമ്പോ എന്തുണ്ടാവും? നിരാശ വരും. നിരാശ വരുമ്പോ എന്തുണ്ടാവും? അവർക്ക് മതമാശ്ചര്യങ്ങളും കാമക്രോധവും കൂടി വരും. കാമക്രോധങ്ങളും വളർന്നുകൊണ്ട് വരും. അങ്ങനെ ക്രൂരമായ കർമ്മവാസനകൾ സഞ്ചയിച്ച് അവർ സ്വയം അകപ്പതിക്കും. അതുകൊണ്ടാണ് അവർക്ക് തന്നെ ശത്രുക്കളാണെന്ന് ഭഗവാൻ പറയുന്നത്. അവരുടെ നാശം അവർ തന്നെയാണ് വരുത്തി വയ്ക്കുന്നത്. അതുകൊണ്ടാണ് അവർ തന്നെ അവരെ ശത്രുക്കളെന്ന് ഭഗവാൻ പറയുന്നത്. പക്ഷെ ഇവര് ചെയ്യുന്ന ക്രൂരകർമ്മങ്ങൾ അവർക്ക് മാത്രമാണ് ശല്യം ഉണ്ടാക്കുന്നത്, ബാക്കിയുള്ളവർക്കും അവരെ കൊണ്ട് ശല്യമാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത്. ഏറ്റവും ഉദാഹരണം ദുര്യോധനാദികളാണ്. ദുര്യോധനാദികളെ തന്നെയാണ് ഭഗവാൻ ഇവിടെ അതിന് ഉദാഹരണമായിട്ട് നമുക്ക് കാണിച്ചിരുന്നത്. അവരെ സ്വയവും നശിച്ചു, മറ്റുള്ളവരെ നശിപ്പിക്കാനുള്ള എല്ലാ വഴികളും ചെയ്തുകൊണ്ടിരുന്നു. അവരുടെ പ്രവർത്തനങ്ങൾ ഈ ആസുര സ്വഭാവമാണ് ദുര്യോധനാദികളുടെ, അതായത് ദുര്യോധനും കൂടെ നിൽക്കുന്ന എല്ലാവരുടെയും സ്വഭാവത്തില് നമുക്ക് കാണാൻ കഴിയുന്നത് ആസുര സമ്പത്താണ്. ആസുരീ സമ്പന്മാരുടെ സാമാന്യ ലക്ഷണം ജീവിത നിരീക്ഷണം, ജീവിതക്രമം എന്നിവയാണ് ഭഗവാൻ ഇതുവരെ നമുക്ക് പറഞ്ഞു തന്നത്. അതിനുശേഷം നീ അവരുടെ ചിന്താഗതികളും
പ്രവർത്തനം എങ്ങനെയായിരിക്കും എന്നാണ് ഇനി ഭഗവാൻ നമുക്ക് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. അതായത് അജ്ഞാനമാണ് അവരെ നയിക്കുന്നത്. അജ്ഞാനമാണല്ലോ, ജ്ഞാനം വെച്ചാൽ എന്താണ്? സർവത്ര ഭഗവാന് ഉണ്ട് എന്നുള്ള വിശ്വാസം, ഉണ്ട് എന്നുള്ള അറിവ്, അതാണ് ജ്ഞാനം. ഈശ്വരനെ ഇല്ല എന്ന് പറയുന്ന അനീശ്വര, ഈശ്വരനെ ഇല്ല എന്ന് പറയുന്ന ഒരാൾക്ക് അപ്പൊ എന്താണുള്ളത്? അജ്ഞാനമാണുള്ളത്. അപ്പം ആ അജ്ഞാനം കൊണ്ട് അവരങ്ങനെ വിജൃംഭിതരായിട്ട് അവർക്ക് കാമതൃഷ്ണകൾ അടക്കാൻ പറ്റില്ല. കാമതൃഷ്ണകളൊന്നും അടക്കാതെ ഇരിക്കുമ്പോ എന്തുണ്ടാവും? കാമങ്ങളുടെ പുറകെ പായുമ്പോ, പലതരത്തിലുള്ള കാമങ്ങൾ വെച്ചാൽ എല്ലാ തരത്തിലുള്ള കാമങ്ങളുടെ പുറകെയും ആഗ്രഹങ്ങളുടെ പുറകെ പായുമ്പോ നിരാശ ഉണ്ടാവും. തൽഫലമായിട്ട് തന്നെ അവര് പിന്നെ അതിന്റെ പരിണിത ഫലങ്ങളൊക്കെ അവർക്ക് അനുഭവിച്ചേ തീരും, അനുഭവിക്കേണ്ടി വരും. അതാണ് ഭഗവാൻ ഇനി പറഞ്ഞുതരാൻ പോണത്. കർമാശ്രിത്യ ദുഷ്പൂരം ദംഭമാനമദാന്വിതാ മോഹാത് ഗൃഹീത്വാ സദ്ഗ്രാഹാൻ പ്രവർത്തന്തേ അശുചിവ്രതാ. 10ാമത്തെ ശ്ലോകമേ. കാമമാശ്രിത്യ ദുഷ്പൂരം ദംഭമാനമദാന്വിതാഃ മോഹാ ഗൃഹീത്വാ സദ്ഗ്രാഹാൻ പ്രവർത്തന്തേ അശുചിവ്രതാഃ ചിന്താം അപപരിമേയാം ച പ്രളയാന്താമുപാശ്രിതാഃ കാമോപഭോഗപരമാ ഏതാവതീതി നിശ്ചിതാഃ ആശാപാശ ശശൈതൈബദ്ധാ കാമക്രോധപരായണാഃ ഈശന്തേ കാമഭോഗാർത്ഥം അന്യായേ അനർത്ഥേ സഞ്ചയാൻ. കേട്ടപ്പോൾ നമുക്ക് മനസ്സിലായി ഇല്ലേ? ഒരിക്കലും തൃപ്തി വരാത്ത ദുഷ്പൂരം, ഒരിക്കലും തൃപ്തി വരാത്ത ലൗകിക സുഖേച്ഛ, അതിനെ പിന്തുടർന്നുകൊണ്ട് പൂജ്യഭാവവും കുലധനാദികളിൽ അഭിമാനവും അഹങ്കാരം, അതാണ് പറയുന്നത്. പ്രഭുഭാവവും നടിക്കുന്നവരായി അശുദ്ധങ്ങളായ വ്രതാചാരങ്ങളിലും മറ്റും ഏർപ്പെട്ട് വസ്തുബോധമില്ലാതെ അസാധ്യമായ കാര്യങ്ങളെ ലക്ഷ്യമാക്കി ക്ഷുദ്ര ദേവതാ ഉപാസന രൂപമായും മറ്റും പല ക്രൂരകർമ്മങ്ങളിലും ഏർപ്പെടുന്ന, അളവില്ലാതെ വണ്ണം പ്രളയകാലം നീണ്ടു നിൽക്കുന്ന ചിന്തയെയും അവലംബമാക്കി ലൗകിക കാമങ്ങളെ മാത്രം ലക്ഷ്യീകരിച്ച് ഇതിൽ കവിഞ്ഞൊന്നും നേടാനില്ല. അവർക്ക് വേറെ മോക്ഷം, മുക്തി, ഈശ്വരപ്രാപ്തി എന്നുള്ള വിചാരമൊന്നുമില്ലല്ലോ. അവർക്ക് ലൗകിക ഭോഗം മാത്രം മതി. അതിനുവേണ്ടി മാത്രം കിടന്ന് ആശാപാശങ്ങളിൽ പെടുമ്പോൾ തീർച്ചയായിട്ടും നിരാശ ഉണ്ടാവും. നിരാശ നമ്മളിൽ കാമവും ക്രോധവും നമുക്ക് ഭയങ്കരമായ ദേഷ്യമൊക്കെ ഉണ്ടാവുന്ന എപ്പോഴാണ്? നമുക്ക് നിരാശ ഉണ്ടാവുമ്പോൾ. അങ്ങനെ മുഴുകിയിട്ട് ഇന്ദ്രിയ സുഖാനുഭവങ്ങൾക്ക് വേണ്ടിയിട്ട്, അതായത് പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് സുഖം അനുഭവിക്കുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ വേണം, ആർജിക്കണം, അതെല്ലാം ആർജിക്കും. എങ്ങനെയാ? അധർമ്മ മാർഗത്തിലൂടെ അതൊക്കെ. കാരണം ധർമ്മമാർഗത്തിലൂടെ എല്ലാം നമുക്ക് നേടാൻ പറ്റുമോ? പറ്റില്ല. ധർമ്മമാർഗത്തിലൂടെ നമുക്ക് കോടീശ്വരരാകാൻ പറ്റുമോ? കോടീശ്വരരാവാൻ ഒരിക്കലും പറ്റില്ല ധർമ്മമാർഗത്തിലൂടെ. അധർമ്മമാർഗം സ്വീകരിച്ചാലേ ഇങ്ങനെ നമ്മൾ ചുറ്റും കാണുന്ന കോടീശ്വരന്മാരെ പോലെയുള്ള കോടീശ്വരന്മാരാവാൻ പറ്റും. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ അധർമ്മമാർഗം സ്വീകരിച്ചും ആവശ്യത്തിൽ കവിഞ്ഞ് സമ്പത്ത് ഉണ്ടാക്കാനായിട്ട് അവർ അതിയായിട്ട് കൊതിക്കുന്നു. എത്ര ഭംഗിയായിട്ടാണ് ഭഗവാൻ അസുര സമ്പത്തുകളെ പറ്റി പറഞ്ഞിരിക്കുന്നത്. നമുക്ക് കേൾക്കുമ്പോ തന്നെ മനസ്സിലാവും അല്ലെ? ആ രീതിയില് ആശാപാശ ശതൈർബദ്ധ, ആയിരക്കണക്കിന്, നൂറുകണക്കിന്, ഒരിക്കലും തൃപ്തി വരാത്തുള്ളത് തന്നെയാണ് ശതൈർബദ്ധ എന്ന് പറയണ. അത്രയധികം അളവറ്റ ആഗ്രഹങ്ങൾ, ഒരിക്കലും തൃപ്തി വരാത്ത ഭൗതിക സുഖേച്ഛയാണ് ആസുര സമ്പത്തിന്റെ അന്ധകരണ രൂപം. അത്തരം സുഖസാമഗ്രികളുടെ ലാഭവും ഉടമസ്ഥാവകാശവും അയാൾക്ക് അത് കിട്ടുന്നു, ഉടമസ്ഥാവകാശം ഉണ്ടാകുന്നു. അപ്പൊ അയാൾക്ക് എന്തുണ്ട്? ദമ്പം, മാനം, ദമം, അഹങ്കാരം, അഹന്ത, ഭയങ്കര പൊങ്ങച്ചം, ഇതൊക്കെ ഉണ്ടാവുന്നു. ലഭിച്ചത് നഷ്ടമാകുമെന്ന ഭയവും ഉണ്ടാവും. നമ്മുടെ മുമ്പില് നമ്മുടെ നേതാക്കന്മാരെയൊക്കെ നോക്കിയാൽ മതി, അവരുടെയൊക്കെ സ്വഭാവത്തിൽ ഇത് നമുക്ക് കാണാം സുഖമായിട്ട്. നമ്മുടെ കേരളത്തിൽ ഇപ്പൊ ഭരിക്കുന്ന നമ്മുടെ ആൾക്കാരെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഈ ദമ്പം, മാനം, മതം, ഭയം, ഇതാണ് അവരെ നയിക്കുന്നത് ഇല്ലേ? അവര് പിന്നെ ഈ ആസുര സ്വഭാവന്മാർ എന്ത് ചെയ്യുന്നു? ക്ഷുദ്ര ദേവതകളെ, അതായത് ദേവതകളിലും താമസവും ഉണ്ടല്ലോ. ഭഗവാൻ പറഞ്ഞില്ലേ ത്രിഗുണം,
സാത്വികം, രജസം, രാജസം, പിന്നെ താമസിക ഭാവങ്ങളും ഉണ്ടല്ലോ. അങ്ങനെയുള്ളവർക്കും ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ളപ്പോ കുട്ടിച്ചാത്തൻ സേവ എന്നൊക്കെ പറയുന്നില്ലേ, അതൊക്കെ അവരൊക്കെ പെട്ടെന്ന് ഫലം തരും. അതുപോലെ പിണങ്ങിയാൽ അതുപോലെ ഉപദ്രവിക്കുകയും ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള ദുഷ്ടമൂർത്തികൾ, ക്ഷുദ്ര ദേവതകളെയാണ് അവര് പ്രീതിപ്പെടുത്താൻ നോക്കുന്നത്. ക്ഷുദ്ര ദേവതകളെ പ്രീതിപ്പെടുത്തണമെങ്കിൽ നല്ല നല്ല പൂജ കൊണ്ട് പറ്റില്ല. അവരെ പ്രീതിപ്പെടുത്തണമെങ്കിൽ ക്രൂരമായ പൂജകൾ വേണം. അതുകൊണ്ടാണ് ഈ ബലി, മനുഷ്യ ബലിയൊക്കെ, കുട്ടികളെ ബലിയെടുക്കണോ, അല്ലെങ്കിൽ നമ്മൾ ഇന്നാളെ ഇപ്പൊ നമ്മുടെ നാട്ടിൽ എറണാകുളത്തൊക്കെ ഒരു ക്രിസ്ത്യൻ പയ്യൻ വീട്ടിലുള്ള 6-7 പേരെ കൊന്നില്ലേ തിരുവനന്തപുരത്ത്, ക്ലിഫ് ഹൗസിന്റെ തൊട്ടടുത്തുള്ള ഒരു ചെക്കൻ. അവൻ വീട്ടിലുള്ള എല്ലാവരെയും കൊന്നു. ഈ ചാത്തസേവ ഇതുപോലെ ഒരു ഇതിപ്പോ ഉണ്ടത്രേ കേരളത്തില്. അപ്പൊ അങ്ങനെ അവർക്ക് അതൊന്നും നോട്ടമില്ല. അവർ ഓരോ പരീക്ഷണങ്ങൾ പരീക്ഷിക്കാൻ ആരെ വേണമെങ്കിലും കൊല്ലും. അമ്മയോ അച്ഛനോ ചേട്ടനോ അനിയത്തിയോ ആരെ വേണമെങ്കിലും അവർ കൊല്ലും. അങ്ങനത്തെ ക്രൂരന്മാരായി കഴിഞ്ഞു. അവർക്ക് ബുദ്ധിഭ്രമമാണത്. ബുദ്ധിഭ്രമം സംശയിച്ചു പോയി. അത് വിജയം കൈവരുന്തോറും, അപ്പൊ ഏതെങ്കിലും ഒരു ക്ഷുദ്രപ്രവൃത്തി കൊണ്ട് എന്തെങ്കിലും ഒരു ഗുണമുണ്ടായാൽ അവർക്ക് കൂടുതൽ കൂടുതൽ മോഹാവേശമാവും. ഇത് ശരിയായില്ല, അപ്പൊ അടുത്തത് ചെയ്ത് നോക്കാം. അങ്ങനെ അങ്ങനെ ഒരു പിന്നെയും പിന്നെയും കൂടുതൽ കൂടുതൽ ക്രൂരതകളിലേക്ക് പിന്നെ വഴുതി വീഴുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവരുടെ അന്ധകരണം ഇളക്കി മറിച്ച് ആശ്രയ സമ്പന്നന്മാര് ചിന്താഗതിക്ക് ആരെങ്കിലും തടസ്സമായി വന്നാൽ, അവര് വിചാരിക്കുന്നതിന് എതിരായിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു പോയാൽ ഉടൻ തന്നെ അവരോട് ഈർഷ്യയായി, കോപമായി, വെറുപ്പായി കൊല്ലലും കൊലപാതകവും ഒക്കെ ചെയ്യും. കാമലാഭം മാത്രം ലഭ്യമാക്കി അതിനപ്പുറം ഒന്നുമില്ലെന്ന് കരുതുന്ന ഇക്കൂട്ടർ അന്യോന്യം ഏറ്റുമുട്ടിയെന്നും വരാം. ദ്രവ്യസമ്പന്നവുമായി നിരന്തരമായ മാത്സര്യം തന്നെ വേണ്ടിവരും. അങ്ങനെ ആശ്രയ സമ്പന്നന്മാർ നൂറ് ആശകളിൽപ്പെട്ട് ഉഴലാൻ ഇടവരും. മതമത്സരാദികളുടെ ഫലമായി കാമക്രോധങ്ങൾ വളർന്നുകൊണ്ടേയിരിക്കും. തുടർന്ന് ധർമ്മനിഷ്ഠ പാടെ അസ്തമിക്കും. അങ്ങനെ അങ്ങനെ ഒരുപാട് പേര് വരുമ്പോഴാണ് ഭഗവാൻ ധർമ്മ സംസ്ഥാപനാർത്ഥായ വരുന്നത്. മനസ്സിലായില്ലേ? നമ്മുടെ കംസൻ, പിന്നെ ദുര്യോധനാദികള്, നമ്മുടെ ഹിരണ്യകാശ്യപ്, ഇവരുടെയൊക്കെ ഭഗവാൻ, രാവണൻ, ഇവരെയൊക്കെ കൊല്ലാൻ ഭഗവാന് വരേണ്ടി വന്നത് ഈ ആസുര സമ്പത്ത് അവർക്ക് കൂടി 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 അവരെല്ലാവർക്കും, ലോകത്തിന് തന്നെ അവർ അപകടകാരികളായി മാറിയപ്പോഴാണ് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് അവരെ ഉന്മൂലനാശം ചെയ്തത്. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് ധർമ്മനിഷ്ഠ ഇല്ലാതെ അവര് പിന്നെ വളർന്ന് വരുമ്പത്തേക്കും അവരുടെ ആശ്രയ സമ്പത്ത് കൂടുന്തോറും അവരുടെ അകവും പുറവും ഒരുപോലെ ക്രൂരമായി പാരും. അവരുടെ ജീവിതം മുഴുവൻ ക്രൂരത നിറഞ്ഞതായിത്തീരും. അങ്ങനെ അവർക്ക് അസ്വസ്ഥതയും ഉണ്ടാവും, അവർക്ക് സ്വന്തമായിട്ട് സ്വസ്ഥതയും ഉണ്ടാവില്ല. അങ്ങനെ അസ്വസ്ഥത വളർന്നുകൊണ്ടിരിക്കുമ്പോ തന്നെ അവരുടെ ജീവിതവും അവസാനിക്കും. അങ്ങനെ അത് നമ്മൾ കണ്ടതാണല്ലോ. ഇത് എത്രയോ പുരാണ കഥകൾ നമ്മൾ കാണുന്നു. അപ്പം ദംഭം, മാനം, മതങ്ങൾ കൊണ്ട് നിറഞ്ഞ ആസുരി സമ്പന്നന്റെ ചിന്താധാരയും അതുകൊണ്ടുണ്ടാവുന്ന ഫലവുമാണ് ഭഗവാൻ ഇതുവരെ നമുക്ക് പറഞ്ഞുകൊണ്ടത്. അവരുടെ ചിന്താധാരയ്ക്കനുസരിച്ച് അധർമ്മമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രവർത്തിച്ചു തുടങ്ങും. അധർമ്മം പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ പിന്നെ ചെയ്യുമ്പോഴേ ഉള്ളൂ ചെയ്ത് കഴിയുമ്പോൾ പിന്നെ വീണ്ടും വളരെ ക്രൂരമായ കൃത്യങ്ങളിലേക്ക് അവര് പോകും. അങ്ങനെ പോയി അവർ സ്വയം നാശം വരുത്തുന്നു, മറ്റുള്ളവർക്കും നാശം ഉണ്ടാക്കുന്നു. അവരുടെ ജീവിതം അങ്ങനെ ആ ക്രൂരതയിലൂടെ തന്നെ അവസാനിപ്പിക്കാൻ ഇടവരുത്തുന്നു. അപ്പൊ ഭഗവാൻ പറയാണ്, ഇങ്ങനെ ക്രൂരമായിട്ട് ജീവിക്കുന്നത് കൊണ്ട്, ഇങ്ങനെ പിന്നെ വിലക്ഷണമായ ആസുര സമ്പത്തോടുകൂടി ജീവിക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്ന ജീവിതാന്ത്യം ഉണ്ടാകുന്നു എന്ന് ഭഗവാൻ ഇവിടെ പറഞ്ഞു. അത് എങ്ങനെ ഉണ്ടാകുന്നു എന്നാണ് പറയാൻ പോകുന്നതിന്. ഇതമദ്യമയാ ലബ്ധമിദം പ്രാപ്സേ സമനോരഥം ഇദം അസ്തീദപി മേ ഭവിഷ്യതി പുനർധനം അസൗ മയാ ഹതശ്രുതുർമ ഹനിഷ്യേ ച അപരാനപി ഈശ്വരോ അഹമഹം ഭോഗി ചിത്തോഹം ബലവാൻ സുഖി ആഠ്യോ അഭിജാനവാനസ്മി കോ അന്യോ അസ്തി സദൃശോ മയാ യക്ഷേദസ്വാമി മോദിക്ഷ ഇത്യജ്ഞാന വിമോഹിതാഃ അനേകചിത്തവിഭ്രാന്തഃ മോഹജാലസമാവൃതാഃ പ്രസക്താ കാമഭോഗേഷു പതന്തി നരകേ അശൗചൗ. അതാണ് പറയുന്നത്.
അദ്യ മയാ, ഇന്ന് എന്നാൽ ഇതം ലബ്ധം, ഇത് സമ്പാദിക്കപ്പെട്ടു, ഇതം മനോരഥ, ഇന്ന് എനിക്കിതെല്ലാം കിട്ടി. അയാൾക്ക് ഓരോ ദിവസവും ഇന്ന് ഞാൻ എന്തെല്ലാം സമ്പാദിച്ചു, ഇനി എന്റെ ഈ അഭിലാഷം ഞാൻ പൂർത്തിയാക്കും, നാളെ ഞാൻ എന്തൊക്കെയാണ് നേടാൻ പോകുന്നത്, ഇപ്പോൾ എനിക്ക് എത്ര ധനമുണ്ട്, ഇനി എനിക്ക് എന്തെല്ലാം സമ്പത്തുകളാണ് ഇനി എനിക്ക് ഉണ്ടാകാൻ പോകുന്നത്. അങ്ങനെ പ്രബലനായ ഒരു ശത്രു എന്നാൽ ഇന്ന് വധിക്കപ്പെട്ടു, ഒരാളെ ഞാൻ ഇന്ന് നശിപ്പിച്ചു, ഇനി മറ്റു ശത്രുക്കളെ എല്ലാം ഇതുപോലെ ഞാൻ ഭാവിയിൽ വധിക്കുക തന്നെ ചെയ്യും. ഞാൻ തന്നെയാണ് എല്ലാം നിയന്ത്രിക്കുന്നവൻ, ലൗകിക സുഖമെല്ലാം എനിക്ക് സ്വായത്തമാണ്, ഞാൻ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നു, ഞാൻ ബലവാനായ സുഖസമ്പന്നനാണ്, ഞാൻ എന്ന അഹം കൂടി 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 നിൽക്കുകയാണേ. ഞാൻ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു, ഞാൻ ബലവാനും സുഖസമ്പന്നനുമാണ്, ഞാൻ നല്ല ഒരു കുലത്തിൽ ജനിച്ച വളരെ ശ്രേഷ്ഠനാണ്, എന്നോട് തുല്യനായി വേറെ ആരുണ്ട്, ഞാൻ പല യാഗങ്ങളും ചെയ്യും, ദാനം ചെയ്യും, ഞാൻ സന്തോഷിക്കും. ഇപ്രകാരം ഈശ്വരതത്വം അറിയാതെ ഞാൻ എന്ന ഭാവം, അതിനാണ് അഹന്ത എന്ന് പറയുന്നത്, അഹന്തയെ വളർത്തി അജ്ഞാനമോഹത്തിൽ ഉഴന്ന് അനേകതരം ചിത്തസങ്കല്പങ്ങളിലും വികാരങ്ങളിലും ഭ്രമിച്ച് ഒരിക്കലും തൃപ്തി വരാത്ത ഭൗതിക മോഹങ്ങളിൽ ഏർപ്പെട്ട് കുരുങ്ങി ഭൗതിക കാമസുഖങ്ങളിൽ ആസക്ത ചിത്തരായി ആശ്രയ സമ്പന്നന്മാർ സ്വവാസനാ നിർമ്മിതമായ നരകത്തിൽ പതിക്കാൻ ഇടവരുന്നു. അവരവരുടെ നരകവും സ്വർഗവും അവരവർ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ ആശ്രയ സമ്പന്നന്മാര് സ്വയം കൃതാനിഷ്ടം, അവരുടെ സ്വയംകൃതമായ പിന്നെ നരകത്തിൽ അവർ തന്നെ ചെന്ന് പതിക്കുകയാണ്. ഈ ഞാനെന്ന ഭാവത്തോടുകൂടി മതം, അഹങ്കാരം, മാത്സര്യം, ഇങ്ങനെയുള്ള എല്ലാ സുഖങ്ങളും, അതിൻ്റെ കൂടെ ഭൗതിക ഭോഗങ്ങൾ, അതിന് കണ്ടമാനം പണം സമ്പാദിക്കുക, കണ്ടമാനം ക്രൂരകൃത്യങ്ങൾ ചെയ്യുക, ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ഞാൻ കേമനാണ്, ഞാൻ ശ്രേഷ്ഠനാണ്, എന്നെ പോലെ ഹിരണ്യകശ്യപാണ് ഏറ്റവും വലിയ ഉദാഹരണം. ഞാൻ തന്നെ ഈശ്വരനാണെന്ന് പറഞ്ഞു, എന്റെ നാമമേ ജപിക്കാവൂ എന്ന് പറഞ്ഞു. അത്രയ്ക്കാണ് അഹന്ത കോറി കേറി കേറി എത്തിയത്. എന്റെ നാമമേ ജപിക്കാവൂ, എന്റെ നാമം ജപിക്കാത്തവരെ കൊന്നുകളയും എന്നാണ് പറഞ്ഞിരുന്നത് ഹിരണ്യകാശ്യപ്. അതാണ് അസുരന്മാരുടെ സ്വഭാവത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ ലക്ഷണങ്ങൾ. നമുക്ക് ഇഷ്ടം പോലെ മുമ്പിലുണ്ട്. ഹിരണ്യകാശ്യപിനെ തന്നെ എടുത്ത ഇതെല്ലാം അയാൾക്ക് യോജിക്കുന്ന സ്വഭാവങ്ങളാണ് ഭഗവാൻ പറഞ്ഞത്. അതിൽ അധർമ്മമാണ് മുന്നിട്ട് നിൽക്കുന്നത്. അങ്ങനെയുള്ള അധർമ്മികൾക്ക് നിലനിൽപ്പില്ല, ഭഗവാൻ വന്നേ തീരൂ, അല്ലെ? പതന്തി നരകവും അശൗചവും, അശൗചം എന്ന് വെച്ചാൽ ശൗചം എന്ന് വെച്ചാൽ ശുദ്ധി, അശൗചം എന്ന് വെച്ചാൽ ശുദ്ധി ഇല്ലായ്മ. അങ്ങനെ അവര് നരകത്തിൽ പോയി പതിക്കുന്നു, ശുദ്ധിയില്ലാത്തതായ, അല്ലെങ്കിൽ ഭയങ്കര ക്രൂരമായ നരകങ്ങളിൽ പോയി പതിക്കുന്നു. ഏത് ഘട്ടത്തിലും ജീവിതത്തിന്റെ നിലവാരം നിർണയിക്കുന്നത് കർമ്മവാസനയാണ്. ആസുരി വാസനകൾ വളർത്തിക്കൊണ്ടു പോകുന്നവർക്ക് തൽക്കാല ജീവിതം തന്നെ ക്രമേണ നരകാനുഭവമായി തീരും. ശരീരം ഉപേക്ഷിക്കുന്ന വേളയിൽ വളർത്തിയെടുത്ത പ്രബലമായ ആസുരി വാസന വീണ്ടും നരക ജീവിതത്തിന് തന്നെ വഴിവെക്കുകയും ചെയ്യും. എങ്ങനെയാണ് ആസുരി വാസന വളരുന്നത്? ആസുരി സമ്പന്നന് ഭൗതികമായ നേട്ടങ്ങൾ ഉണ്ടാകുന്നതും ഉണ്ടാകാതിരിക്കുന്നതും ദോഷമേ ചെയ്യും. ഉണ്ടായാലും ദോഷം, ഉണ്ടായില്ലെങ്കിലും ദോഷം. നേട്ടങ്ങൾ ഉണ്ടായാൽ അവയിൽ ഈശ്വരനെ മറന്ന് ഭയങ്കരമായിട്ട് അഹങ്കരിക്കുകയും അഭിമാനിക്കുകയും ചെയ്യും. അഭിമാനവും അഹങ്കാരവും സത്യത്തെ കൂടുതൽ കൂടുതൽ മറച്ച് ദുഃഖിപ്പിക്കും. നേടാത്ത കാര്യങ്ങളെക്കുറിച്ച് അയാൾ നിരന്തരം മനോരാജ്യത്തിൽ ഏർപ്പെടും. ഉള്ളതും ഭാവിയിൽ ഉണ്ടാകാവുന്നതുമായ നേട്ടങ്ങളെക്കുറിച്ചുള്ള കണക്കുകൂട്ടലായിരിക്കും അയാളുടെ മനസ്സിലെ ഒരേ ഒരു പ്രധാന വ്യാപാരം. എപ്പോഴും ഈ ഉള്ളതും ഇല്ലാത്തതും തമ്മിൽ കിഴിഞ്ഞ് ഭാവിയിൽ എന്തൊക്കെ ചെയ്യാൻ പോണു, ഞാൻ അങ്ങനെ ചെയ്യും, ഞാൻ ഇങ്ങനെ ചെയ്യും, ഈ ഒരു വിചാരം മാത്രമേ അയാൾക്ക് ഉണ്ടാവുകയുള്ളൂ. തടസ്സമുണ്ടാക്കാനും അവർക്കെതിരെ നിൽക്കുന്നവരെയൊക്കെ അയാൾ ശത്രുക്കളായിട്ട് കണക്കിലാക്കും. ആർക്കും അച്ഛനായാലും അമ്മയായാലും പിന്നെ ബ്രദേഴ്സ് ആയാലും ഭാര്യ തന്നെ ആയാലും അതാണ് മണ്ഡോദരിയോട് രാവണൻ ചെയ്തത്, അല്ലെങ്കിൽ ഇന്ദ്രജിത്തിന്റെ ഭാര്യ സുരോധനയോട് അയാൾ ചെയ്തത് അത് തന്നെയാണ്. ഒന്നും പറഞ്ഞാൽ കേൾക്കില്ല, അവർക്ക് ഇഷ്ടമുള്ളത് മാത്രം ഇങ്ങനെ ചെയ്ത് അവർക്ക് ആരെങ്കിലും നല്ലത് ഉപദേശിച്ച് അതെല്ലാം ശത്രുക്കളാണെന്ന് കണക്കാക്കും. കാര്യലാഭത്തോടൊപ്പം ശത്രുജയത്തിനും മാർഗങ്ങൾ ആരായേണ്ടി വരും. തന്റെ സ്ഥാനത്തെക്കുറിച്ചും കഴിവുകളെക്കുറിച്ചും അമിതമായ അഭിമാനം മറ്റുള്ളവരിൽ പ്രകടിപ്പിച്ചു തുടങ്ങും. അതാണ് ആ ഒരു പൊങ്ങച്ചവും
അത് പിന്നെ പ്രകടനാത്മകമായ പ്രവൃത്തികളാണ് ഇങ്ങനെയുള്ള ദുഷ്ടന്മാർക്കുള്ളത്. മനസ്സിലായില്ലേ? അപ്പൊ അവരെ ഒരുപാട് വീമ്പ് കാണിക്കാനായിട്ട് ഒരുപാട് ആവശ്യമില്ലെങ്കിലും ഒരുപാട് ധൂർത്ത് കാണിക്കും. ഒരുപാട് ധൂർത്ത് കാണിക്കും. അക്കാര്യത്തിൽ ഗുരുക്കന്മാരുടെയും സജ്ജനങ്ങളെയും വാക്കുകളൊന്നും കേൾക്കില്ല. രാവണനോട് മാല്യവാനും വിഭീഷണനും ആരല്ല, ഹനുമാൻ തന്നെയും അല്ലെങ്കിൽ പിന്നെ അങ്കദൻ പോലും പറഞ്ഞു ഇതൊക്കെ ഉപേക്ഷിക്കൂ, ഇതൊക്കെ മോശമാണ്. പക്ഷെ ഒന്നും പറഞ്ഞാൽ കേട്ടില്ല. സ്വന്തം മകനായ പ്രഹസ്തനും പറഞ്ഞു അച്ഛാ ഇത് ഉപേക്ഷിക്കൂ. മണ്ടോദരി പറഞ്ഞു, പക്ഷെ എല്ലാം കേട്ടോ? ഒന്നും കേട്ടില്ല. ആരുടെ വാക്കും കേട്ടാതെ തന്റെ തീരുമാനത്തെ ആരും ചോദ്യം ചെയ്യാൻ പാടില്ല എന്ന് ശഠിക്കും. ശാസ്ത്രവിധികളെ ഉല്ലംഘിച്ചും സജ്ജനങ്ങളെ നിരസിച്ചും ധർമ്മകാര്യങ്ങളിൽ സ്വയം ഇഷ്ടം പോലെ പ്രവർത്തിച്ചും മറ്റുള്ളവരെ പ്രേരിപ്പിച്ചുകൊണ്ടും അയാൾ ജീവിക്കും. യജ്ഞങ്ങളൊക്കെ ചെയ്യും, യാഗയജ്ഞങ്ങളൊക്കെ ചെയ്യും, പക്ഷേ ദാനാദി സദാചാരങ്ങളൊക്കെ ചെയ്യും. പക്ഷെ അതൊക്കെ ചെയ്യുന്നത് തലതിരിച്ചാണ്. ഒന്നും വേണ്ട രീതിയിലല്ല ചെയ്യുന്നത്, തെറ്റായ രീതിയിലാണ് യജ്ഞവും. അതിന്റെ ഉദ്ദേശശുദ്ധിയില്ല. ഉദ്ദേശശുദ്ധി ഇല്ലാതെയുള്ള ദാനം, ഉദ്ദേശശുദ്ധി ഇല്ലാതെയുള്ള യജ്ഞം, യാഗം എല്ലാം ചെയ്യും. അപ്പൊ അതിന് വിപരീത ഫലമാണ് ഉണ്ടാവുക നമ്മൾ ഉദ്ദേശശുദ്ധി ഇല്ലാതെ ചെയ്യുമ്പം. മനസ്സിലായില്ലേ? അപ്പൊ പക്ഷെ അയാൾക്ക് ആ വിചാരമില്ലല്ലോ. അപ്പൊ അയാളുടെ വിചാരം ഞാനിത് വലിയ ദാനം ചെയ്യുന്നു, വലിയ ദാനിയാണ്, ധർമ്മിഷ്ഠനാണ്, ഞാൻ വലിയ യാഗം ചെയ്യുന്ന ആളാണ്, ഭയങ്കര ഭക്തൻ, വലിയ ഭക്തി എന്നല്ല, ഭയങ്കര പിന്നെ യാഗങ്ങളും യജ്ഞങ്ങളും ഒക്കെ ചെയ്യുന്നവനാണ് എന്നുള്ള അഹങ്കാരം മാത്രം അയാൾക്ക് ഉണ്ടാവും. ധർമ്മകർമ്മങ്ങൾ പോലും അനുഷ്ഠിച്ച് അഹങ്കാരം വളർത്തിയാൽ അത് ആസുരി സമ്പത്തായിട്ട് മാറും. അതായത് നമ്മൾ നല്ലവരായ ആൾക്കാർ പോലും, യജ്ഞവും യാഗവും തീർത്ഥയാത്രയും ഭജനയും ഭക്തിയിൽ പോലും അഹന്ത വന്നു പോയാൽ ഭഗവാൻ തട്ടിത്തെറിക്കും. കാരണം എന്താണ്? ഭക്തിയിൽ പോലും അഹന്ത വരാൻ പാടില്ല. അങ്ങനെ വരുമ്പോ എന്താവും? അത് ആസുരി സമ്പത്തായി മാറും. ദൈവസമ്പത്തിൽ നിന്ന് ആസുരി സമ്പത്തിലേക്ക് വീഴാൻ വളരെ എളുപ്പമാണ്. ആസുരി സമ്പത്തിൽ നിന്ന് ദൈവസമ്പത്തിലേക്ക് ഉയരാൻ ഭയങ്കര പ്രയാസമാണ്. പക്ഷെ താഴോട്ട് വീഴാൻ നമുക്ക് എപ്പോഴും എളുപ്പമാണ്. അപ്പോ നമ്മള് ചെയ്യുന്ന എല്ലാ പൂജകളും ആരാധനകളും എല്ലാം അതിന്റെ ശരിയായ പിന്നെ അതിന്റെ ശരിയായ പ്രാധാന്യവും അതിന്റെ ഉൾക്കൊണ്ടുകൊണ്ട് പവിത്രമായിട്ട് ചെയ്തില്ലെങ്കിൽ നമ്മൾ ആസുരി സമ്പത്തിലേക്ക് വഴുതി വീഴാൻ സാധ്യതയുണ്ടാവും. അതുകൊണ്ട് ഈ നിലയിൽ ആശ്രയ സമ്പന്നന്മാർക്ക് ചിത്തവിഭ്രമങ്ങളും മോഹങ്ങളും നിരന്തരം വളർന്നുകൊണ്ടേയിരിക്കും. മരണത്തോടടുക്കുമ്പോൾ കാമാസക്ത ചിത്തരായ അവർ നിരാശയുടെ കൂരിരുട്ടിൽ പതിക്കാനിടയാകും. ഇങ്ങനെ താൽക്കാലിക ജീവിതം തന്നെ നരകമായി മാറും. അടിഞ്ഞുകൂടുന്ന ആസുര കർമ്മവാസന തുടർന്നുള്ള നരക ജീവിതത്തിന് വഴിതെളിക്കുകയും ചെയ്യും. നരകം എവിടെയാണ്? ഭൂമിയിൽ തന്നെ. സ്വർഗം എവിടെയാണ്? ഭൂമിയിൽ തന്നെ. നമ്മൾ ജീവിക്കുമ്പോൾ ഏത് രീതിയിലാണ് ജീവിക്കുന്നത് അത് തന്നെ നരകം, അത് തന്നെ സ്വർഗം. മനസ്സിലായി? എരുതിയിൽ കെട്ട് ചുട്ടുപൊള്ളിക്കുന്നൊക്കെ പറഞ്ഞ എന്താണ്? നമ്മള് അത്രയ്ക്ക് അസഹനീയമായ ക്രൂരതകളും സങ്കടങ്ങളും അനുഭവിക്കേണ്ടി വരികയാണെങ്കിൽ നമ്മൾ ചെയ്ത കൂട്ടിയ ആസുര സമ്പത്തിൻ്റെതായ പാപങ്ങളുടെ ഫലം വീണ്ടും നരകമായിട്ട് നമ്മളിലേക്ക് വന്നു ചേരും. അത് തന്നെയാണ് ഇങ്ങനെ ജീവിച്ചു മരിക്കുന്നവർക്ക് ഉണ്ടാകാൻ പോകുന്നത്. അവര് വീണ്ടും ഈ നരകത്തിയിൽ തന്നെ വീണ്ടും വന്ന് പതിക്കും, വീണ്ടും ജനിക്കാൻ ഇടയാകും. അസുര സമ്പത്തുള്ളവരുടെ പിന്നെ വീടുകളിലേ ജനിക്കുള്ളൂ. അപ്പൊ അവിടെ വീണ്ടും വീണ്ടും അതിലേക്ക് വീണ്ടും പതിക്കുവാണ്, അധപ്പതിക്കുവാനാണ് അവർക്ക് പറ്റുന്നത്. അവർക്ക് ഉയരുവാനുള്ള ഒരു സാധ്യതയും ഉണ്ടാവില്ല. അതാണ് ആസുര സമ്പത്തില് നമ്മൾ വിജയിച്ചു മരിക്കുകയാണെങ്കിൽ വരുന്ന അപകടം. ആശ്രയ സമ്പന്നമായ പലരും ഈശ്വരകാര്യങ്ങളിലും യാഗാദി കർമ്മങ്ങളിലും ഒക്കെ. അപ്പൊ അർജുനൻ ചോദിച്ചു, ഭഗവാനെ ഈ ആശ്രയ സമ്പന്നന്മാരാണ് ഇവരൊക്കെ, നമ്മൾ കണ്ടിട്ടുണ്ട് രാവണൻ, കംസൻ, ഇവരെല്ലാരും പക്ഷെ യാഗാദി കർമ്മങ്ങളും ദാനധർമ്മങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ, അവരതൊക്കെ ചെയ്യുന്നതും കാണുന്നുണ്ടല്ലോ. അപ്പം അവരുടെ സ്ഥിതി എന്താണ്? അങ്ങനെയുള്ള ആസുര സമ്പത്തിയുള്ള ആൾക്കാരുടെ സ്ഥിതി എന്താണ്? അപ്പൊ ഭഗവാൻ അതിന് ഉത്തരം പറയുകയാണ്, ആത്മസംഭാവിതാസ്തബ്ധ ധനമാന മദാന്വിതാഃ യജ്ഞന്തേ നാമയജ്ഞൈസ്തേ ദംഭനോ വിധിപൂർവകം. ആത്മസംഭാവിത സ്തബ്ധൗ. ആത്മസംഭാവിത എന്ന് വെച്ചാൽ സ്വയം പ്രശംസിച്ച് കേമത്വം നടിക്കുന്നവരും. അതായത് നമ്മള് വലിയ ഗുരുവായൂർ അമ്പലത്തിലും മറ്റുള്ള അമ്പലങ്ങളിലും പോയി ഒരുപാട് വലിയ സ്വർണ്ണാഭരണങ്ങളൊക്കെ കൊടുക്കുക. ഒരിക്കലും നല്ലൊരു കഥയുണ്ട്. ഒരു പ്രാവശ്യം ശിവപാർവതിമാരും മക്കളും കൂടെ അമ്പലത്തിനകത്തു നിന്ന് പുറത്തിറങ്ങാം എന്ന് വിചാരിച്ചു. നമുക്കൊന്ന് പുറത്തിറങ്ങാം, ശ്രീകോവിലിൽ നിന്ന് പുറത്തിറങ്ങി ഒന്ന് പോവാം എന്ന് പറഞ്ഞു. അപ്പം ഗണേശനെയും
സുബ്രഹ്മണ്യ സ്വാമിയും കൂടെ കൂട്ടിക്കൊണ്ട് അച്ഛനും അമ്മയും കൂടെ പുറത്തു വന്നപ്പം വലിയ കൊടിമരം, സ്വർണ്ണ കൊടിമരം നിൽക്കുന്നു. അപ്പം ഗണേശനും സുബ്രഹ്മണ്യനും ഭയങ്കര സന്തോഷമായി, ഓടി ചെന്ന് എന്താ അച്ഛന്റെ സ്വർണ്ണ കൊടിമരം, എന്തൊരു ഭംഗിയാ, മുകളില് നന്ദി നിൽക്കുന്ന കണ്ടോ എന്നൊക്കെ പറഞ്ഞ് നോക്കി. അപ്പൊ അമ്മ പറഞ്ഞു, മക്കളെ അതിന്റെ താഴെ ഒന്ന് വായിച്ചു നോക്കൂന്ന്. അപ്പൊ താഴെ വായിച്ചു നോക്കി, എന്താ, ദാമോദരൻ നായർ വക. പറഞ്ഞ അമ്മ, അപ്പൊ ഇത് അച്ഛന്റെ അല്ലേ? അല്ല, ഇത് ദാമോദരൻ നായർ വകയാണ്. മനസ്സിലായില്ലേ? വലിയ ലിപികളിൽ എഴുതി വെച്ചിരിക്കുകയാണ് അതില്, ദാമോദരൻ നായർ വക. അങ്ങനെ. അതുപോലെ അമ്പലത്തിലെ മണി, വലിയ മണി, അമ്പലത്തിലെ ഏതോ സാധനം ഉണ്ടെങ്കിലും അതിലൊക്കെ പേരെഴുതി വെച്ചിട്ടുണ്ട്, ഓരോരുത്തരുടെയാണ്. ഈ വക വക എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അമ്മ, ഇവിടെ ഒന്നും നമ്മുടേതല്ലേ, ഒന്നും ഭഗവാന്റെതും അച്ഛൻ്റെതും അമ്മയുടേതും ഒന്നും അല്ലേന്ന് ചോദിച്ചപ്പോ അല്ലാന്ന് പറഞ്ഞാൽ, നമുക്കിനി ആറ്റിക്, അതായത് തട്ടുമ്പോളിലൊന്ന് പോയി നോക്കാം, പഴയ സാധനങ്ങളൊക്കെ കിടക്കുന്നില്ല, അവിടെ ഒന്ന് പോയി നോക്കാം, അവിടെ ചിലപ്പോൾ ഉണ്ടാവും. അവിടെ ചെന്ന് നോക്കിയപ്പോ ഓരോ പാത്രത്തിലും, ഓരോ പിത്തള പാത്രത്തിലും, ഓരോ വിളക്കിലും എന്തൊക്കെ സാധനങ്ങൾ എടുത്തോ അതിലൊക്കെ ഓരോരുത്തരുടെ പേരെഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അവർ രണ്ടുപേരും കൂടെ വേഗം അമ്മയടുത്തൊന്നും, പാർവതി ദേവി അടുത്തൊന്നും, അമ്മ ഇവിടെ അമ്പലത്തിലപ്പൊ നമ്മുടേതായിട്ട് ഒന്നും ഇല്ലെന്ന്. ഒന്നുമില്ല, എല്ലാം എല്ലാം മറ്റുള്ളവരാണ്, നമ്മുടേതായിട്ട് ഒന്നുമില്ല എന്ന് ദേവി പറയും. അതുപോലെയാണ് ഈ ആസുര സമ്പന്മാര് ചെയ്യുന്നത്. അവര് കൊടുക്കുന്ന സാധനങ്ങൾക്കൊക്കെ അവർക്ക് പേരുണ്ടാവും, പേരെഴുതി വെക്കണം. നമ്മളിപ്പോ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ ഒരു റൂം, ഒരു അര റൂം, ഒരു കാൽ റൂം ഒക്കെ ആണെങ്കിൽ അവിടെ പേരെഴുതി വെച്ചിട്ടില്ലേ? ഓരോരുത്തരുടെ പേരുകൾ എഴുതി വെച്ചിട്ടില്ലേ? ഇപ്പൊ കോസ്മോ ഹോസ്പിറ്റലൊക്കെ പോയാൽ കാണാം, ഓരോ റൂമിൽ ഓരോരുത്തരുടെ പേരെഴുതി വെച്ചിട്ടുണ്ട്. ആ റൂം കെട്ടാൻ അവര് പൈസ കൊടുത്തു എന്നാണ് എൻ്റെ അർത്ഥം. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെയാണ് അതാണ് ആശ്രയ സമ്പന്നന്മാര്. സ്വയം പ്രശംസിച്ച് കേമത്തം നടിക്കുന്നവരും സമ്പത്തിലും സ്ഥാനമാനങ്ങളും മതിച്ചു കഴിയുന്നവരുമായ ആസുരി സമ്പന്നന്മാർ അഹംഭാവത്തോടുകൂടി ശാസ്ത്രവിധികളെ ഉല്ലംഘിച്ചുകൊണ്ട് അവർ യജ്ഞം ചെയ്യും, യാഗം ചെയ്യും. പക്ഷെ അതൊന്നും ശാസ്ത്രവിധി പ്രകാരം, ശാസ്ത്രവിധി എന്ന് വെച്ചാൽ വേദശാസ്ത്രങ്ങൾ, വേദം ഉപനിഷത്തൊക്കെയാണ് ശാസ്ത്രം നമ്മൾ പറയുന്നത്. ആധ്യാത്മിക ശാസ്ത്രങ്ങൾ ഉപദേശിച്ചിട്ടുണ്ട് ഏത് രീതിയിലാണ് ഓരോ പൂജകളും ഓരോ ആരാധനകളും ചെയ്യേണ്ടതെന്ന്. അതിനെയൊക്കെ ഉല്ലംഘിച്ചുകൊണ്ട് ഇഷ്ടം പോലെ ചെയ്യും, നമ്മുടെ കമ്മ്യൂണിസ്റ്റുകാർ ചെയ്യണ പോലെ. അങ്ങനെ ഇഷ്ടം പോലെ ചെയ്തുകൊണ്ട് പ്രകടന പ്രധാനമായ രീതിയിൽ യാഗാദി കർമ്മങ്ങളൊക്കെ അവർ ചെയ്യുന്നു. അവരൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ ഒക്കെ പ്രകടനമാണ്, വെറും കാണിക്കാനും പൊങ്ങച്ചം കാണിക്കാനും. ദംഭേന അവിധിപൂർവകം, വിധിപൂർവകമല്ലാതെ ദമ്പത്തോടു കൂടി ചെയ്യുന്നത്, അഹങ്കാരത്തോടു കൂടി വിധിപൂർവകമല്ലാതെ യാഗാദി കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നു. എന്താണ് വിധി? ഈശ്വരപരമായ ഏത് കർമ്മവും അഹങ്കാരത്തിന്റെ ശക്തി കുറച്ച് ഈശ്വര ബുദ്ധി വളർത്തുന്നതായിരിക്കും. നമ്മളൊരു യാഗമോ ഒരു യജ്ഞമോ ഒരു ഭജനയോ ഒരു നാമജപമോ ചെയ്യുമ്പോൾ അവിടെ നമുക്ക് അഹംഭാവമേ പാടില്ല, ഈശ്വരനെ മാത്രമാണ് അവിടെ നമ്മൾ കാണേണ്ടതും പ്രഥമ സ്ഥാനം കൊടുക്കേണ്ടതും. അങ്ങനെ ഏത് കർമ്മവും ഈശ്വര ബുദ്ധി വളർത്തിക്കൊണ്ട് വേണം ചെയ്യാൻ. ഇതാണ് വിധി എന്ന് പറയുന്നത്. അതാണ് ശരിയായ വിധി, ശാസ്ത്രവിധി. ആത്മാവിൽ പൊന്തുന്ന അഹംബോധം ശുദ്ധമായ ആത്മസ്വരൂപം മറച്ച് സ്വയം പെരുകുന്നതാണ് സംസാര ബന്ധം. നമുക്ക് ഈ സംസാര ബന്ധം, മമതകളൊക്കെ ഉണ്ടാകുന്ന എന്താണ്? നമ്മുടെ അഹംബോധം വർദ്ധിച്ച് നമ്മൾ ആത്മനെ മറക്കുന്നു, നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഭഗവാൻ ചൈതന്യത്തെ മറന്നുകൊണ്ട് നമ്മളുടെ അഹംബോധം വർദ്ധിപ്പിക്കുന്നു. അപ്പോഴ് സ്വയം അതിനെ പിന്നെ അതിനെ അതിൽ തന്നെ താങ്ങി നിൽക്കുമ്പോഴാണ് സംസാര ബന്ധം എന്ന് പറയുന്നത്. പിന്നെ മോക്ഷം എന്താണ്? അതിനെ ഇല്ലാതെ ആക്കിക്കൊണ്ട് ആത്മാവാണ് സർവവും, ഭഗവാനാണ് സർവ്വതും എന്ന് വിചാരിക്കുന്നതിനാണ് സംസാര മോക്ഷം എന്ന് പറയുന്നത്. അപ്പോൾ അഹംബോധത്തെ ക്രമേണ ഉപശമിപ്പിക്കുന്ന കർമ്മമാണ് ദൈവകർമ്മം. അപ്പൊ നമ്മൾക്ക് എന്തെങ്കിലും കാരണവശാൽ ഒരു അഹംബോധം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ ഉപശമിപ്പിക്കുക വെച്ചാൽ ഇല്ലാതെയാക്കുവാനായിട്ട് നമ്മളൊരു കർമ്മം ചെയ്യുകയാണെങ്കിൽ അതാണ് ഈശ്വര കർമ്മം എന്ന് പറയുന്നത്. ദൈവകർമ്മം എന്ന് പറയുന്നത് അപ്പോഴാണ്. അതല്ല, ഞാൻ കണ്ടില്ലേ വലിയ കേമനാണ്, എനിക്ക് എത്ര നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നു, ഞാൻ ആ യാഗം ചെയ്യുന്നു, ഇവിടെ ചിറപ്പ് നടത്തുന്നു, അമ്പലത്തിൽ പൂജയ്ക്ക് കൊടുക്കുന്നു, അന്നദാനം ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത് ദൈവകർമ്മമാവില്ല, ആസുരകർമ്മമായി തീരും. അഹംബോധത്തെ പെരുക്കി വർദ്ധിപ്പിക്കുന്ന കർമ്മം അത് എന്ത് തന്നെ ആയാലും ആസുരകർമ്മമാണ്, എന്ത് തന്നെ ചെയ്താലും. അപ്പോ ചിലർ സ്വന്തം പേരിനും പെരുമയ്ക്കും വേണ്ടി മാത്രം അഹംബോധത്തെ വളർത്തി ഈശ്വരപരമായ കാര്യങ്ങൾ ഏർപ്പെടുന്നുണ്ട്. അവർ പുറമേ ഭക്തന്മാരായി നടിച്ചിട്ട് ലോക കാര്യങ്ങളിൽ പഴയ ദുർവാസനകൾ തന്നെ നടത്തിക്കൊണ്ടേയിരിക്കും. മനസ്സിലായി? നമ്മളിത് ചുറ്റും കാണുന്നതാണല്ലോ. ഈ ലോകത്ത് മറ്റാരെയും വഞ്ചിക്കാം, പക്ഷെ ഭഗവാനെ മാത്രം വഞ്ചിക്കുവാൻ ആർക്കും സാധിക്കുകയില്ല.
ആസുരി സമ്പന്മാർക്ക് ഭഗവാൻ സ്വാർത്ഥലാഭത്തിനുള്ള ഒരു ഉപായം മാത്രമാണ്. ഭഗവാൻ ഇപ്പൊ നമ്മുടെ രാവണനും നമ്മുടെ എല്ലാ അസുരന്മാരും എന്തുമാത്രം തപസ്സാണ് ചെയ്യണത്. എല്ലാ തപസ്സും ചെയ്ത് വലിയ വരങ്ങളൊക്കെ ചെയ്ത് ഭയങ്കര ഭക്തി കാണിക്കും. അപ്പൊ ഭഗവാൻ പ്രീതനായി വന്ന് വരം കൊടുക്കും. പക്ഷേ അവര് എന്ത് കോലാഹലത്തോടു കൂടി ഭഗവാനെ വഞ്ചിക്കാൻ പറ്റൂല. അപ്പൊ ഭഗവാൻ കൊടുക്കുന്ന വരവും അതുപോലെ തന്നെയായിരിക്കും. അവര് സ്വയം തപസ് ചെയ്യുന്നത് പോലും അഹംബോധത്തോടു കൂടിയാണ്. അതുകൊണ്ട് എന്ത് പറ്റുന്നു, അവർക്ക് തന്നെ നാശം വരുത്തുന്ന രീതിയിലുള്ള വരങ്ങളാണ് അവർ ആവശ്യപ്പെടുക. സ്വയം നശിക്കുവാനുള്ള വരങ്ങളാണ് ഭഗവാന്റെ അടുത്ത് ചോദിക്കുക. അതാണ് അവരുടെ ദോഷം. മനസ്സിലായില്ലേ? പുറമേക്ക് ഭക്തന്മാരായിട്ട് നടിച്ചിട്ട് ലോകകാര്യങ്ങളിൽ ദുർവാസനകളൊക്കെ അവർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കും. ഈ ലോകത്ത് ആരെയും വഞ്ചിക്കാം, പക്ഷെ ഭഗവാനെ മാത്രം വഞ്ചിക്കാൻ പറ്റില്ല. ആശ്രയ സമ്പന്നന്മാർക്ക് ഭഗവാൻ എന്ന് പറയുന്നത് സ്വന്തം സ്വാർത്ഥ ലാഭങ്ങൾ നേടുവാനുള്ള ഒരു ഉപായം, ഒരു ഉപാധിയാണ്. പക്ഷേ അവർ എത്ര കോലാഹലത്തോടെ ഈശ്വരകാര്യങ്ങൾ നിർവഹിച്ചാലും അഹന്ത വളർന്ന് ഉള്ളിൽ അന്തര്യാമിയായ ഭഗവാൻ കൂടുതൽ മൂടിപ്പോകുന്നത് കൊണ്ട് അവർക്ക് പതനമായിരിക്കും ഫലം. അതുകൊണ്ടാണ് മഹാഭക്തനായിരുന്നിട്ടും രാവണനും മഹാഭക്തനായിരുന്നിട്ടും പിന്നെ ഇവർക്ക് എല്ലാവർക്കും തന്നെ പതനം ഉണ്ടാവാനുള്ള, മഹാബലിക്കൊക്കെ പതനം ഉണ്ടാവാനുള്ള കാരണം അവർക്ക് ഈ ഒരു വിചാരത്തോടുകൂടി അവർ ചെയ്യുന്നത് കൊണ്ടാണ്. അർപ്പണ ബുദ്ധിയോടുകൂടി, കോലാഹലം ഒന്നും വേണ്ട, ഒരിടത്ത് ശാന്തമായിട്ടിരുന്നു കൊണ്ട് ഭഗവത് പാദങ്ങളിൽ അർപ്പണ ബുദ്ധിയോടുകൂടി ഒരു നാമം ഉച്ചരിച്ചാൽ മതി. അഹന്ത കുറഞ്ഞ അന്തര്യാമിയായ ഭഗവാൻ അതിൽ പ്രസന്നനാകും. ഇതാണ് ഭജനത്തിന്റെ നിയമം. ഭജനത്തിന്റെ നിയമം എന്ന് വെച്ചാൽ ഒരു ലവലേശം അഹന്തയില്ലാതെ ഭഗവാനെ ശാന്തമായിട്ടൊന്ന് സ്മരിക്കുക എന്നതാണ് ഭജനത്തിന്റെ നിയമം. അപ്പോൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതിലല്ല, എങ്ങനെ ചെയ്യുന്നു, ഏത് ഭാവത്തോടുകൂടി ചെയ്യുന്നു എന്നതാണ് കർമ്മത്തിനെ ദൈവകർമ്മെന്നോ ആസുരകർമ്മെന്നോ എന്ന് വിഭജിക്കുവാനുള്ള ഒരു മാനദണ്ഡം. അതിന്റെ മാനദണ്ഡം എന്താണ്? ഏത് രീതിയിലാണ് ചെയ്യുന്നത്. അഹന്തോടു കൂടിയാണോ പൂജ ചെയ്യുന്നത്, അത് അസുരകർമ്മം. വിനയത്തോടുകൂടി ഭഗവാനെ മാത്രം സ്മരിച്ചുകൊണ്ട് ഭക്തിയോടുകൂടിയാണോ ചെയ്യുന്നത്, അത് ദൈവകർമ്മം. അങ്ങനെ ഒരു കർമ്മത്തെ അസുരകർമ്മമോ ദൈവകർമ്മമോ ആക്കി തീടുക്കുന്നത് നമ്മുടെ മനോഭാവമാണ്. അപ്പം കർമ്മികളായ ഭക്തന്മാർ ഇക്കാര്യം വ്യക്തമായി ധരിച്ചിരിക്കുകയാണ്. അപ്പം നമ്മളെല്ലാവരും കർമ്മികളായ ഭക്തന്മാരാണ്, അതായത് കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് ജീവിക്കുന്ന ഭക്തന്മാരാണ്. അപ്പം നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ മനസ്സിലുണ്ടാവണം. നമ്മള് ആസുര ഭക്തിയിലേക്ക് വഴുതി വീഴാൻ പാടില്ല. അഹങ്കാരത്തെ വളർത്തിക്കൊണ്ടുള്ള ആസുരകർമ്മം എല്ലാ നിലയിലും ഭഗവാന് വിദ്വേഷമാണെന്നാണ് വെളിപ്പെടുത്തുന്നത്. ഭഗവാൻ വിദ്വേഷമാണ്. സോറി. അഹങ്കാരം ബലം ദർപ്പം കാമം ക്രോധം ച സംശ്രിതാഃ മാമാത്മ പരമദേഹേഷു പ്രദക്ഷിന്തേ അഭ്യസൂയക. അഹങ്കാരം, ഞാൻ പലരും ചെയ്യാൻ സമർത്ഥനാണ് എന്നുള്ള ഭാവത്തിനാണ് അഹങ്കാരം എന്ന് പറയുന്നത്. ഞാൻ എന്ന ഭാവം. ബലം, തനിക്ക് നല്ല ദേഹബലം ഉണ്ടാവാം, ധനബലം ഉണ്ടാവാം. ദർപ്പം എന്ന് പറയുന്നത് എനിക്ക് തുല്യരായിട്ട് ആരുമില്ല. അഹങ്കാരം, ബലം, ദർപ്പം. ദർപ്പം എന്ന് പറയുന്നത് എനിക്ക് തുല്യരായിട്ട് വേറെ ആരുമില്ല, ഞാനാണ് ഏറ്റവും ശ്രേഷ്ഠൻ എന്ന വിചാരം. കാമം, ഭൗതിക പിന്നെ സുഖങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള ആഗ്രഹത്തിനാണ് കാമം എന്ന് പറയുന്നത്. ക്രോധം എന്ന് വെച്ചാൽ കാമം സാധിക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്ന വികാരമാണ് ക്രോധം. തുടർന്ന് കോപമുണ്ടാവും. സംസിത, ഇതിനെ മുറുകെ പിടിച്ചുകൊണ്ട് അഭ്യസൂയക, തനിക്ക് അനുകൂലമല്ലാത്തവർ. അഭ്യസൂയക എന്ന് വെച്ചാൽ തന്നോട് പിന്നെ ചേരാത്തവരോട്, തൻ്റെ ആശയങ്ങളോട് യോജിക്കാത്തവരൊക്കെ ശത്രുക്കളാണ്. അവരോടൊക്കെ അസഹിഷ്ണുത, അതാണ് അഭ്യസൂയ എന്ന് പറയുന്നത്. അസഹിഷ്ണുത പുലർത്തി ആസുരി സമ്പന്നന്മാരിയ്ക്കുന്നു. ആത്മപരദേഹേഷു, തങ്ങളുടെയും ആത്മപര വെച്ചാൽ നമ്മളിലും മറ്റുള്ളവരിലും ഒരേ ആത്മനാണ് എന്നുള്ള വിചാരം. പരമാത്മാവായ എന്നെ അത്യന്തം ദേഷിക്കുന്നവർ, അവർക്ക് ആ ഒരു വിചാരമേ ഇല്ല. അതുകൊണ്ട് എന്തുണ്ടാവുന്നു, എനിക്ക് ദേഷ്യമുണ്ടാക്കുന്നു, എനിക്ക് അവരോട് ഇഷ്ടക്കേടുണ്ടാക്കുന്നു, അത്യന്തം ദേഷിക്കുന്നവരായി ഭവിക്കുന്നു. അവർക്ക് എന്നിലും എല്ലാവരിലും കുടികൊള്ളുന്ന ഈശ്വരനുള്ള ബോധമില്ലാത്തതുകൊണ്ട് അവർക്ക് ഭഗവാനെ തന്നെ അവർ ദേഷിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ പലതും ചെയ്യാൻ സമർത്ഥനാണ്,
എന്ന ഭാവത്തെയും ഭൗതിക സുഖലാഭത്തെയും തുടർന്ന് കോപത്തെയും മുറുകെ പിടിച്ചുകൊണ്ട് തനിക്ക് അനുകൂലമല്ലാത്തവരോട് തികഞ്ഞ അസഹിഷ്ണുത പുലർത്തി ആശ്രയ സമ്പന്നന്മാർ തങ്ങളുടെയും മറ്റുള്ളവരുടെയും ദേഹങ്ങളിൽ എന്നെ അത്യന്തം ദേഷിക്കുന്നവരായി ഭവിക്കുന്നു. അവർക്ക് ആത്മബോധമേ ഇല്ലാത്തതുകൊണ്ട് അവര് ഈശ്വരൻ ഭഗവാനുള്ളിലുണ്ട്, ഈശ്വരനാണ് കുടികൊള്ളുന്നുള്ള ഇല്ലാതെ ഭഗവാനെ ദ്വേഷിച്ചുകൊണ്ടാണ് അവര് ജീവിക്കുന്നത്. മാം പ്രതിഷ്ഠന്ത, ഞാൻ പ്രതിഷ്ഠന്ത എന്ന് വെച്ചാല് അത്യന്തം ദേഷിക്കുന്നവരായി ആസുരീയ സമ്പത്ത് വളർത്തുവാൻ ആദ്യം സ്വന്തം ആത്മാവിനെ ദ്വേഷിച്ച് ഹനിക്കുന്നു. തന്നിൽ ആത്മാവുണ്ട്, ഈശ്വരനുണ്ട്, ഈശ്വര ചൈതന്യമുണ്ട് എന്നൊന്നും ആസുരീയ സമ്പന്നന്മാർ വിശ്വസിക്കുന്നില്ല. തുടർന്ന് മറ്റുള്ളവരിൽ കൊടികൊള്ളുന്ന ഈശ്വരനെയും അവർക്ക് ദേഷ്യമാണ്. മറ്റുള്ളവരിൽ ഈശ്വരൻ ഉണ്ടെന്ന് അവർ വിദ്വേഷമാണ്, അവർക്ക് ദേഷ്യമാണ്, അവരത് വിശ്വസിക്കുന്നില്ല. തുടർന്ന് തന്റെ ശരീരത്തിലും അന്യരുടെ ശരീരത്തിലും ജീവഭാവേന കുടികൊള്ളുന്നത് ഈശ്വരാംശമാണെന്ന് അവർ അറിയുന്നില്ല. ഈശ്വര ചൈതന്യം കൊണ്ടാണ് നമ്മുടെ ദേഹം ചലിക്കുന്നത് പോലും. ആരുടെയും, എന്റെയും അവരിന്റെയും ദേഹം ചലിക്കുന്നത് ഈശ്വര ചൈതന്യം കൊണ്ടാണെന്ന് അവർ വിസ്മരിക്കുന്നു. താൻ ദേഹമാണെന്ന് കരുതുന്നതോടെ സ്വന്തം ആത്മാവ് മറയ്ക്കപ്പെടും. പിന്നെ അവരുടെ ബലം മൃഗീയമായ ദേഹബലമാണ്. സങ്കുചിതമായ തന്റെ വ്യക്തിത്വത്തെ സാമാന്യമാക്കി തീർക്കുവാനാണ് അവരുടെ മോഹം. അതായത് അവര് ദേഹത്തിൽ മാത്രമാണ് വിശ്വസിക്കുന്നത്, ദേഹം ശരീരമാണ് ഇതം എല്ലാം വിശ്വസിക്കുന്നു. അപ്പൊ എന്ത് പറ്റുന്നു, അതിനെ ആ വ്യക്തിത്വം, ആ ശരീര വ്യക്തിത്വത്തെ, ഞാൻ എന്ന ഭാവം, ഞാൻ എന്ന വ്യക്തിയെ വലുതാക്കി കാണിക്കുവാനുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും അവര് ഏർപ്പെടുന്നു. അപ്പൊ എന്തുണ്ടാവുന്നു, അങ്ങനെ വലിയ കേമന്മാരായിട്ട് ജീവിക്കുമ്പോൾ മറ്റുള്ളവരോടൊക്കെ പുച്ഛവും വെറുപ്പും ഒക്കെ അവർക്കുണ്ടാവും. അന്യരെ വെറുക്കുന്നു എന്ന് പറഞ്ഞാൽ ആരെയാണ്? അപ്പൊ അന്യരെ വെറുക്കുക, അന്യരെ ദേഷിക്കുക, അന്യരെ പുച്ഛിക്കുക എന്ന് പറഞ്ഞാൽ ആരെയാണ്? ഭഗവാനെ തന്നെയാണ്. അന്യരുടെ ശരീരത്തിൽ കൊടികൊള്ളുന്ന ഈശ്വര ചൈതന്യത്തിനെയാണ് നമ്മൾ ഒരാളെ ദ്വേഷിക്കുമ്പം അതിലെ ഈശ്വരനെയാണ് ദ്വേഷിക്കുന്നതെന്നാണ് ഭഗവാൻ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നത്. ഭഗവാൻ പറയാണ്, ഞാൻ ദേഹമാണെന്ന ആസക്തി, അപ്പൊ പരമാത്മാവിനെയാണ് വെറുക്കുന്നത്. ഒരു തരത്തിൽ തന്നെ തന്നെ വെറുക്കുന്നതിന് തുല്യമാണ്. തുടർന്ന് ഭൗതിക സുഖങ്ങളിൽ അതിയായ ആസക്തി വന്നു ചേരുന്നു. അതിനുവേണ്ടി തടസ്സം നിൽക്കുന്നവരെയൊക്കെ ശത്രുക്കളായി ക്രോധവും ദേഷ്യവും അവരോട് വെച്ചു പുലർത്തുന്നു. ഞാൻ ദേഹമാണെന്ന അവിദ്യയിൽ നിന്ന് രൂപം കൊണ്ട അഹങ്കാരം ഇങ്ങനെ പടർന്ന് പന്തലിച്ചൊരു വലിയ കൊടുങ്കാടായിത്തീരുന്നു. ഈ വിധത്തിൽ ആത്മാവിനെ ഹനിക്കുന്ന ആസുരി സമ്പന്നന്മാർ കൂരിരട്ട് നിറഞ്ഞ അസുര ലോകത്തിലെത്തി ക്ലേശിക്കേണ്ടി വരുമെന്നാണ് ഈശാവാസോപനിഷത്തിൽ പറയുന്നത്. അതായത് അവിദ്യ, അജ്ഞാനത്തിന്റെ പടുകുഴിയിൽ വീണ് കിടക്കുകയാണ് അവര്. മനസ്സിലായില്ലേ? ഈശ്വരൻ ഇല്ല, ഈശ്വര ചൈതന്യം ഇല്ല, എല്ലാം ചലിക്കുന്നത് എന്റെ ശക്തി കൊണ്ടാണ്, ഞാനാണ് ദേഹമാണ് എന്നുള്ള ദേഹബലത്തിൽ ഊറ്റം കൊണ്ടുകൊണ്ട് അവർക്ക് തീർച്ചയായിട്ടും ഭയങ്കരമായ ഇരുട്ട് നിറഞ്ഞ നരകങ്ങളിൽ തന്നെ ജീവിക്കേണ്ടി വരും. ദേഹം വെടിഞ്ഞാൽ ആസുരി സമ്പന്നന്മാരുടെ ഗതി എന്താണ്? ഉപനിഷത്ത് മതം തന്നെ ഭഗവാൻ ഇവിടെ പ്രഖ്യാപിക്കുന്നു. ഭഗവാൻ ചോദിക്കാണ്, ഈ ആസുരി സമ്പന്നന്മാര് ജീവിച്ചിരിക്കുക ഇങ്ങനെയൊക്കെ ചെയ്തു, ശരി, നീ മരിക്കുമല്ലോ, മരിക്കുമ്പോ അവർക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന് അർജുനൻ ചോദിക്കുകയാണ്. അപ്പൊ ഭഗവാൻ പറയാണ്, താനഹം ദിശത ക്രൂരാൻ സംസാരേഷു നരാധമാൻ ക്ഷിപാം അജസമശുഭാനാം അസുരീഷേവ യോനിഷു. ദിശത, സ്വദേഹത്തിലും അന്യദേഹങ്ങളിലും പരമാത്മാവിനെ ദേഷിക്കുന്നവരും ഭൗതിക സ്വാർത്ഥങ്ങൾക്കായി ക്രൂരകർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവരും അമംഗളരൂപന്മാരും മനുഷ്യാധമന്മാരും, നരാധമൻ എന്നാണ് ഭഗവാൻ പറയുന്നത്, മനുഷ്യാധമന്മാരുമായ ആസുരി സമ്പന്നന്മാരെ പരമാത്മാവായ ഞാൻ ജനന മരണ രൂപമായ സംസാരഗതിയിൽ എന്നും ആസുര ജന്മങ്ങളിൽ തന്നെ കൊണ്ടെത്തിക്കുന്നു. അവർക്കൊരിക്കലും ആ ആസുരഭാവത്തു നിന്ന് മുക്തിയെ ലഭിക്കില്ല. എന്നും ജനിച്ചും മരിച്ചും ഇരിക്കുമ്പോഴൊക്കെ അവര് അസുരന്മാരായിട്ട് തന്നെ ജീവിച്ചിരിക്കുന്നു. അപ്പൊ അവർക്ക് മുക്തി എന്നുള്ളത് എപ്പോഴും ഇരുട്ടിൽ തന്നെയാണ്. അവര് അവിജ്ഞയിലും അജ്ഞാനത്തിലും തന്നെ അവർക്ക് ജീവിക്കേണ്ടി വരുന്നു. ആസുരേഷേവ യോനിഷു, ആസുരികമായ യോനികളിൽ, അതായത് ജന്മസ്ഥാനം, അതാണ് യോനി എന്ന് പറയുന്നത്. ആസുരിഷേവ യോനിഷു, ആസുര സമ്പന്നന്മാർ നരാധമന്മാരാണ്. ഭഗവാൻ മനുഷ്യജന്മം അവർക്ക് നൽകി അനുഗ്രഹിച്ചു.
മറ്റ് ജന്മങ്ങളെക്കാളും വിലപ്പെട്ടതാണ് മനുഷ്യജന്മം. എന്തുകൊണ്ട്? നിത്യാനിത്യ വിവേക വിചാരം ചെയ്ത് സത്യം കണ്ടുപിടിക്കുവാനുള്ള കഴിവ് ഭഗവാൻ നൽകിയിട്ടുണ്ട്, വിവേചന ശക്തി നൽകിയിട്ടുണ്ട്. അതിനൊക്കെയാണ് ഭഗവാൻ മനുഷ്യദേഹം നൽകി നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്നത്. പക്ഷേ ആത്മദർശനം നേടി ആനന്ദിക്കാൻ അവസരവും തരുന്ന ദുർലഭമായ മനുഷ്യജന്മമാണ് എല്ലാവർക്കും ലഭിക്കുന്നത്. പക്ഷേ ആസുരി സമ്പന്നന്മാർ എന്തു ചെയ്യുന്നു? ആ മനുഷ്യ ശരീരത്തെ ക്ഷുദ്രങ്ങളും മൃഗീയങ്ങളുമായ ഭൗതിക സുഖങ്ങൾക്ക് വേണ്ടി ചെലവാക്കുന്നു. ഭഗവാൻ തന്നത് നല്ലൊരു ഉദ്ദേശത്തോടു കൂടിയാണ്. പക്ഷേ അതിന് പകരം അവരെന്ത് ചെയ്യുന്നു? നിത്യാനിത്യ വസ്തു വിവേക വിചാരം, നിത്യവും അനിത്യവുമായ വസ്തുക്കളെ പറ്റി വിവേകവും വിചാരവും ചെയ്ത് നിത്യവസ്തുവായ ഭഗവാനെ കണ്ടുപിടിക്കുവാനാണ്, നിത്യവസ്തുവായ ഭഗവാനിൽ ലയിക്കുവാനാണ് നമുക്ക് ജന്മം തന്നിരിക്കണം, മനുഷ്യർക്ക് എല്ലാവർക്കും. പക്ഷെ ആസുര സമ്പന്നന്മാർ എന്തു ചെയ്യുന്നു? അവര് അതിനെ ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് ആ ജന്മത്തെ ബലി കഴിക്കുന്നു. ഭഗവാനെ എവിടെയും അവർ വിദ്വേഷിക്കുന്നു. അതുകൊണ്ടാണ് അവർ നരാധമന്മാരായി കണക്കാക്കപ്പെടുന്നത്. അവരുടെ ഉള്ളും പുറവും അമംഗളം കൊണ്ട് നിറഞ്ഞതാണ്. ഭഗവാൻ അവരെ ആസുരജന്മങ്ങളിൽ തന്നെ കൊണ്ടെത്തിക്കുന്നു. വീണ്ടും വീണ്ടും അവർക്ക് ആസുരജന്മം തന്നെ ഉണ്ടാവും. മനുഷ്യരിൽ തന്നെ ആസുരഭാവം കൊണ്ട് ക്ലേശിക്കുന്നവരായോ അല്ലെങ്കിൽ പക്ഷിമൃഗാദി ആസുരജന്മങ്ങളിലോ അവർ ജനിക്കാൻ ഇടവരുന്നു. ഒന്നുകിൽ വളരെ മോശപ്പെട്ട ആൾക്കാരെ നമ്മൾ കണ്ടിട്ടില്ലേ, വീണ്ടും വീണ്ടും അസുരജന്മത്തിൽ തന്നെ ജനിക്കുന്ന മനുഷ്യരാണ് അവർ. അല്ലെങ്കിൽ ക്രൂരരായ മൃഗങ്ങളായിട്ട് വളരെ വളരെ നീച മൃഗജാതികൾ ചെന്ന് സിംഹവും കടുവയും പുലിയും പട്ടിയും പൂച്ചയും കാട്ടുപൂച്ചയൊക്കെ ആയിട്ട് ജനിക്കും. അത്ര തന്നെ. അവര് മൃഗങ്ങളിൽ തന്നെ ഉണ്ടല്ലോ ആസുരം, ആ ആസുരങ്ങളിൽ തന്നെ അവരെ കൊണ്ട് ജനിപ്പിക്കും ഭഗവാൻ. ഭഗവാൻ അവരെ ആസുര ജന്മങ്ങളിൽ തന്നെ കൊണ്ടെത്തിക്കുന്നു. മനുഷ്യരിൽ തന്നെ ആസുരഭാവം കൊണ്ട് ക്ലേശിക്കുന്നവരായോ അല്ലെങ്കിൽ പക്ഷിമൃഗാദി ആസുര ജന്മങ്ങൾ, പക്ഷികളിലാണ് ഇപ്പൊ കഴുകൻ, പരുന്ത്, അങ്ങനെയുള്ള ദുഷ്ടപക്ഷികളുണ്ടല്ലോ, അങ്ങനെയുള്ള ദുഷ്ടപക്ഷികളായിട്ടോ അല്ലെങ്കിൽ ക്രൂര മൃഗങ്ങളായിട്ടോ ഒക്കെ അവർ ജനിക്കും. അങ്ങനെ ഭഗവാന് വേണമെങ്കിൽ ഇവർക്ക് നല്ല ജന്മം നൽകിക്കൂടെ? തന്നെ ആരെങ്ങനെ പ്രാപിക്കുന്നുവോ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. ഭഗവാൻ എന്തുകൊണ്ടാണ് അവർക്ക് നല്ല ജന്മം നൽകാത്തത്? ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, എന്നെ ആരെങ്ങനെ സ്വീകരിക്കുന്നുവോ അതുപോലെ ഞാൻ സ്വീകരിക്കുന്നു. എന്നെ ആരെങ്ങനെ പ്രാർത്ഥിക്കുന്നുവോ ആ രീതിയിലാണ് ഞാൻ അവരോട് പെരുമാറുന്നത്. അപ്പൊ ആരെങ്ങനെ എന്നെ പ്രാപിക്കുന്നുവോ അവർക്ക് അതിന്റെ ഫലം ലഭിക്കുന്നു എന്ന് ഭഗവാന്റെ പ്രവർത്തന നിയമം എങ്ങനെയാണ്? ഒരു പാർഷ്യാലിറ്റി ഇല്ല ഭഗവാന്. ആരാണ് കാരണക്കാര്? നമുക്കുണ്ടാവുന്ന നമ്മുടെ ജന്മങ്ങൾക്കൊക്കെ കാരണക്കാര് നമ്മൾ തന്നെയാണ്. അതായത് നമ്മൾ ഏത് രീതിയിലാണ് ഭഗവാനോട് പെരുമാറിയത് അതേ രീതിയിൽ ഭഗവാൻ നമുക്ക് ജന്മം തരുന്നു. ആസുരി സമ്പന്നന്മാർ ആസുരവാസനകൾ വളർത്തി ആസുര ജീവിതം കൊതിക്കുന്നു. അതുകൊണ്ട് ഭഗവാൻ അവരെ അവിടെ തന്നെ കൊണ്ടെത്തിക്കുകയും ചെയ്യുന്നു. അതേ സമയത്ത് ആസുരഭാവം വെടിഞ്ഞ് ദൈവഭാവത്തിലേക്ക് വന്നു. ദൈവഭാവത്തിൽ നിന്ന് അസുരഭാവത്തിൽ പോയി അസുരഭാവം വെടിഞ്ഞ് വീണ്ടും ദൈവഭാവത്തിലേക്ക് വന്നവരാണ് അജാമിളൻ. ആ നല്ല ദൈവസമ്പന്നനായിരുന്നു, അസുരനായി ഭഗവാന്റെ ആൾക്കാരെ കണ്ട് ബോധം ഉദിച്ചപ്പം വീണ്ടും ദൈവസമ്പത്തി കൂടെ ഒരുപാട് നാള് പ്രാർത്ഥനയോടുകൂടിയും തപസ് ചെയ്തുമാണ് അജാമിളൻ മോക്ഷം നേടുന്നത്. വാത്മീകി അതുപോലെ തന്നെ നല്ല കുലത്തിൽ ജനിച്ചു, നല്ല ദൈവസമ്പന്നനായിരുന്നു. പക്ഷെ പതിച്ച് അസുരനായി മാറി, അസുരന്മാരെ പോലുള്ള പക്ഷേ ഭാഗ്യം കൊണ്ട് ഈശ്വരാനുഗ്രഹം ഉണ്ടായിട്ട് സപ്തർഷികളെ കാണുകയും അവരുടെ ഉപദേശം കേട്ട് വീണ്ടും ദൈവസമ്പത്തിലേക്ക് പോവുകയും ശ്രേഷ്ഠനായി തീരുകയും ചെയ്തു. അപ്പം ഇത് നമുക്ക് തന്നെ സെലക്ട് ചെയ്തെടുക്കാം. നമ്മൾ എന്ത് വേണമെന്ന് നമ്മൾ തന്നെ തീരുമാനിക്കണം. പക്ഷെ അസുരന്മാർക്ക് അങ്ങനെ ഒരു വിചാരമില്ല. അവർ പിന്നെയും അസുരന്മാരായിട്ട് തന്നെ ജനിക്കുന്നു എന്നാണ് ഭഗവാൻ പറയുന്നത്. ആശ്രിതന്മാർക്ക് ഒരിക്കലും ഭഗവാനോട് അടുക്കുവാൻ കഴിയില്ലെന്ന് മാത്രമല്ല, നിൽക്കുന്ന ഇടത്തു നിന്ന് അവർക്ക് പതിക്കാനും ഇടവരുന്നു. അവരിപ്പൊ നിൽക്കുന്ന സ്ഥലത്തു നിന്ന് വീണ്ടും പതിച്ചു പോകാനും ഇടവരും എന്നാണ് ഭഗവാൻ പറയുന്നത്. അതെന്താണ്? ആസുരീം യോനിമാപന്ന മൂഢാ ജന്മനി ജന്മനി മാമപ്രാപ്യൈ കൗന്ദേയ തതോ യാന്ത്യാധമാം ഗതിം കൗന്ദേയ, അല്ലയോ കുന്തിപുത്ര, ആസുരീം യോനിയും ആസുരീ സമ്പത്തിന്റെ ഫലമായിട്ട് അസുരജന്മം കൈവന്ന ആളുകൾ സത്യത്തെ സമീപിക്കുവാൻ കഴിയാതെ മോഹിതരായി ജന്മനി ഓരോ ജന്മം കഴിയുന്തോളും മാം അപ്രാപ്യ, പരമാത്മാവായ എന്നെ പ്രാപിക്കാതെ തൽക്കാല ജന്മത്തിൽ നിന്നും
ചതിച്ച് നീചജന്മങ്ങൾ തന്നെ ചെന്ന് വീഴുന്നു. അല്ലയോ കുന്തിപുത്ര, ആസുരി സമ്പത്തിന്റെ ഫലമായി അസുരജന്മം കൈവന്ന ആളുകൾ സത്യത്തെ സമീപിക്കുവാൻ കഴിയാതെ മോഹിതരായി ഓരോ ജന്മം കഴിയുന്തോറും പരമാത്മാവായ എന്നെ പ്രാപിക്കാതെ താൽക്കാലികമായ ജന്മങ്ങളിൽ പതിച്ച് നീചജന്മങ്ങളിൽ ചെന്ന് വീഴുന്നു. ഏത് ജന്മത്തിലാണ് നിന്നത് അതിൽ നിന്നും താഴോട്ടാണ് വീണ്ടും പതിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അധപ്പതനമാണ് അവർക്ക് ഉണ്ടാവുന്നത്. കാര്യം അവര് ഉയരാൻ ശ്രമിക്കുന്നില്ല. വീണ്ടും ആസുരഭാവത്തിൽ തന്നെ നിൽക്കുന്നവർക്ക് അധപ്പതനം ഉണ്ടാവും. മാറാൻ ശ്രമിക്കുന്നവർക്ക് ഭഗവാൻ ഉയർത്തും. പക്ഷെ ഇവര് മാറാൻ ശ്രമിക്കാത്തവരെല്ലാം വീണ്ടും വീണ്ടും അസുര യോനികളിൽ ജനിക്കും എന്നാണ് ഭഗവാൻ പറയണം. തതോ അധമാം ഗതിം തതോ യാന്ത്യ അധമാം ഗതിയും. വസ്തുബോധമില്ലാതെ ഈശ്വരഭജനം പോലും ചിലപ്പോൾ ദുരഭിമാനികൾക്ക് വഴിതെളിച്ച് സംഘം വർദ്ധിപ്പിക്കും. ജീവഭാവമായ അഹംബോധത്തെ സംഘം കൊണ്ട് തടിപ്പിക്കുന്നതാണ് ആസുരി സമ്പത്ത്. സംഘം എന്ന് വെച്ചാൽ നമ്മുടെ അഹംബോധം, ബന്ധം, മമത എന്നൊക്കെ പറയണത്. ഉറച്ചുറച്ചു വരുന്ന സംഘം പെരുകുന്തോറും ഉറയ്ക്കാനും അതിന്റെ ഫലമായി പതനം സംഭവിക്കുവാനും എളുപ്പമാണ്. നമുക്ക് നിസ്സംഗതയാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. അതിനു പകരം ആസുര സമ്പന്നന്മാർ എന്ത് ചെയ്യുന്നു? വീണ്ടും വീണ്ടും സംഘമാണ് അവർ പുലർത്തുന്നത്. അങ്ങനെ അതിന്റെ ഫലമായിട്ട് അവര് പതനം തന്നെ അവർക്ക് സംഭവിക്കുന്നു. പക്ഷേ സംഘം കുറയ്ക്കാനും അഹംബോധത്തെ ദിവ്യഭാവന കൊണ്ട് ഉയർത്തി ആത്മതത്വത്തോട് അടുപ്പിക്കുവാനും അത്ര എളുപ്പമല്ല. നമ്മൾ ഒരിക്കൽ അത് പെട്ടുപോയാൽ വളരെ കഠിനമാണ്. ചെയ്യാം, പക്ഷെ കഠിനമാണ്. ആശ്രീ സമ്പന്നന്മാർക്ക് കഠിനങ്ങളായ ആഘാതങ്ങളേറ്റ് ജീവിതത്തിന്റെ നിസ്സാരത ബോധ്യമായി സത്സംഗം കൊണ്ട് വെളിച്ചം കിട്ടുമെങ്കിലേ വിദ്യാമാർഗത്തിലുള്ള വഴിക്ക് സാധ്യമാവൂ. മനസ്സിലായില്ലേ? ആശ്രയ സമ്പന്നരായിട്ടിരിക്കുമ്പോൾ മറ്റേ മാർഗത്തിലോട്ട് തന്നെത്താനെ പ്രവേശിക്കാൻ കഴിയേയില്ല. നമ്മൾ കണ്ടല്ലോ, നമ്മൾ അജാമിളന്റെയും നമ്മുടെ വാൽമീകിയുടെയും കഥ തന്നെയാണ് അതിന് ഉദാഹരണമായിട്ട് നമുക്ക് പറയാം. അവർ ആശ്രയ സമ്പന്നന്മാരായി ചേർന്നപ്പം അവർ പിന്നെ അതിൽ തന്നെ മുഴുകി 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 കഴിഞ്ഞു പോയി. പക്ഷേ അവരുടെ ഭാഗ്യം കൊണ്ട്, ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് അവർക്ക് നല്ല സത്തുക്കളമായിട്ടുള്ള സത്സംഗത്തിനുള്ള അവസരമുണ്ടായി. വാൽമീകിക്ക് സപ്തശീലമായിട്ടുള്ള സത്സംഗം ഉണ്ടായി. അജാമിളിന് നാരായണ നാമം ജപിച്ചുകൊണ്ട് നാരായണ പാർഷദന്മാരുടെ സത്സംഗം തന്നെ ലഭിച്ചു. അതുകൊണ്ട് എന്തുണ്ടായി? അവർക്ക് വിദ്യാമാർഗത്തിലേക്ക്, അതായത് ജ്ഞാനമാർഗത്തിലേക്കുള്ള വഴി തെളിഞ്ഞു. അവര് രക്ഷപ്പെട്ടു. അവർക്ക് അങ്ങനെ അവസരം കിട്ടി. അവര് ജന്മം ഉയർത്തിക്കൊണ്ടുവരാൻ അവർക്ക് കഴിഞ്ഞു. പക്ഷെ ആസുരന്മാര് പിന്നെയും പിന്നെ അതിൽ തന്നെ പതിക്കുകയാണെങ്കിൽ അവരുടെ വാസനകളുടെ എണ്ണവും ബലവും കൂടി കൂടി വരും. അവർക്ക് എന്ത് പറ്റും? ആ വാസനകൾ കൂടി കൂടി കൂടുതൽ അധപ്പതിക്കും തോറും അവരുടെ ജന്മവും അധപ്പതിച്ചുകൊണ്ടേയിരിക്കും. അവർ വീണ്ടും ഇതിനേക്കാളും മോശമായ യോനികൾ പോയി ജനിക്കും. ഇതിനേക്കാളും ആസുരമായ യോനികൾ പോയി ജനിച്ച് കഷ്ടപ്പെട്ട് നരകം അനുഭവിക്കേണ്ടി വരും. പിന്നെ അങ്ങനെയുള്ള മനുഷ്യത്വത്തിൽ നിന്നും പോലും പതിച്ചിട്ട്, മനുഷ്യൻ പോലും, നമ്മൾ പറയാറില്ലേ ചില ദുഷ്ടന്മാരോട്, ഒരു മനുഷ്യനാണോടാ നിന്ന് ചോദിക്കാറില്ലേ? മനുഷ്യത്വം പോലും ഇല്ലാതെ അസുരനായി തീർന്ന, അസുര സമ്പത്തിൽ തന്നെ നിൽക്കുന്ന നീചജന്മങ്ങൾ എണ്ണമില്ലാതെ ആർക്കും കണ്ണു തുറന്ന് നോക്കിക്കാണുവാനാകുന്ന, നമുക്ക് തന്നെ ചുറ്റും നോക്കിയ ഒരുപാട് അസുരന്മാരെ കാണാൻ പറ്റും. അപ്പോൾ ഒരിക്കൽ ആസുരി സമ്പത്തിൽ പെട്ടുപോയാൽ പിന്നെ രക്ഷയില്ലെന്നാണോ ഭഗവാനെ? ആസുരി സമ്പത്തിൽ പെട്ടുപോയ രക്ഷയില്ലേ ഭഗവാനെന്ന് ചോദിക്കാം അർജുനൻ. അതല്ല, ആസുരി സമ്പത്തിന്റെ കാതലായ ഭാഗം കണ്ടുപിടിച്ച് അതിനെ ലഘൂകരിക്കാമെങ്കിൽ തീർച്ചയായും രക്ഷ കിട്ടും. ഇപ്പം പിന്നെ നമ്മുടെ വാൽമീകിയുടെ ഉദാഹരണം എടുക്കാം. വാൽമീകി രത്നാകരൻ കൊള്ളനും കൊള്ളക്കാരനുമായിട്ട് പിടിച്ചു പറിച്ച് രക്ഷിക്കുകയായിരുന്നു. അപ്പൊ അവര് പറഞ്ഞു, താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകന്നേ വരൂ. അതുകൊണ്ട് പോയി ചോദിച്ചിട്ട് വാ, നിന്റെ ഭാര്യയും മക്കളും ഒക്കെ നീ ചെയ്യുന്ന ദുഷ്പ്രവൃത്തികളുടെ ഫലം അനുഭവിക്കുമോ, നിനക്ക് കൂടെ ഉണ്ടാകുമോ എന്നൊന്ന് ചോദിച്ചിട്ട് വാന്ന് പറഞ്ഞു. ഇതെന്ന് ചോദിച്ചപ്പോ ഭാര്യ പറഞ്ഞ ഉത്തരമാണ്, അയ്യോ അതെങ്ങനെയാ? നിങ്ങൾക്ക് ഞങ്ങളെ നോക്കേണ്ടത് നിങ്ങളുടെ കർത്തവ്യമാണ്. നിങ്ങൾ അത് എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് ഞങ്ങൾ അറിയേണ്ട കാര്യമില്ല. പക്ഷേ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളുടെ ഫലം നിങ്ങൾക്ക് മാത്രമേ അനുഭവിക്കാൻ പറ്റൂ, ഞങ്ങൾ അതിന്റെ പങ്കുപറ്റാൻ വരില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് കണ്ണു തുറന്നു. അതാണ് പറഞ്ഞത്, അവനവന്റെ ആശ്രയ സമ്പത്തിന്റെ അത് കണ്ടുപിടിച്ചു. ഞാൻ എത്ര മോശമായ രീതിയിലാണ് ജീവിക്കുന്നതെന്ന് പെട്ടെന്ന് വെളിച്ചമുണ്ടായി, കണ്ണു തുറന്നു. അതാണ് ഭഗവാൻ അടുത്ത ശ്ലോകത്തിൽ വെളിപ്പെടുത്തുന്നത്. ത്രിവിധം നരകസ്യേദം ദ്വാരം നാശനമാത്മനഃ
കാമക്രോധസ്തദാ ലോഭഃ തസ്മാദേകത്രയം ത്യജേത്. ത്രിവിധം നരകസ്യേദം ദ്വാരം നാശനമാത്മനഃ. ആത്മനാശത്തിനുള്ള 3 വാതിലുകളുണ്ട്. ത്രിവിധം നരകസ്യേദം, നരകത്തിലേക്കുള്ള 3 വാതിലുകളാണ് ഉള്ളത്. അത് ആത്മനാശത്തിന് ഉതകുന്നവയാണ്. ഭൗതിക സുഖത്തിനായുള്ള കൊതി, കാമം, ക്രോധം, ലോഭം, അത് അതിന്റെ ഫലമായി ഉണ്ടാകുന്ന കോപം, നിരാശയിൽ നിന്നുണ്ടാകുന്ന കോപം, ക്രോധം. അതുപോലെ പോരാ പോരാ എന്നുള്ള മനോഭാവത്തിനാണ് ലോഭം. തനിക്കുള്ളതും പോരാ, മറ്റുള്ളവരും തട്ടിപ്പറിച്ച്, അപ്പുറത്തുനിന്ന് തട്ടിപ്പറിച്ച്, ഇപ്പുറത്തുനിന്ന് തട്ടിപ്പറിച്ച്, പിന്നെയും പിന്നെയും പിന്നെ ആർത്തി, അതിനാണ് ലോഭം എന്ന് പറയുന്നത്. അപ്പം ഭൗതിക സുഖങ്ങളോടുള്ള അടങ്ങാത്ത കൊതി, അതിനാണ് കാമം. ക്രോധം എന്ന് പറഞ്ഞാൽ നിരാശയിൽ നിന്ന്, നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കാതെ വരുമ്പോൾ നാച്ചുറൽ ആയിട്ട് ഉണ്ടാകുന്ന ഫീലിംഗ് ആണ് നിരാശ. നിരാശയിൽ നിന്ന് ക്രോധം ഉണ്ടാകുന്നു, അതുപോലെ ലോഭം ഉണ്ടാകുന്നു. അപ്പൊ ഈ 3 തരത്തിലാണ് ആസുര ജന്മത്തിന് നരകത്തിന്റെ വാതിലുകൾ തുറന്നു വെച്ചിരിക്കുകയാണ്. ആർക്കും, നമുക്കാണെങ്കിലും നരകത്തിലേക്കുള്ള വാതിലുകൾ കാമക്രോധ സ്ഥതാ ലോഭം തന്നെയാണ്. ആത്മാവിനെ മറച്ചുകൊണ്ട് ആ വാതിൽ അങ്ങനെ തുറന്നിരിക്കുന്നു. അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞു തസ്മാത് ഏകത്രയം ത്യജേത്. ഇത് 3 ത്യജിക്കുക എന്നാണ് പറഞ്ഞത്. തസ്മാദേകത്രയം ത്യജേത്. ഭൗതിക സുഖത്തിനായുള്ള കൊതിയാണ് കാമം. ശാരീരിക സുഖങ്ങളും ഭൗതിക സാമഗ്രികൾ കൊതിച്ചുകൊണ്ടുള്ള സുഖങ്ങളും കാമത്തിൽ ഉൾപ്പെടുന്നു. ഇവ എത്ര അനുഭവിച്ചാലും നേടിയാലും പോരാ പോരാ എന്ന മനോഭാവം വളർത്തുന്നതാണ് ലോഭം. നമുക്കിത് എത്ര, നമ്മുടെ ഇപ്പോഴത്തെ ലോകത്തിൽ ഇതാണ് നമ്മൾ കാണുന്നത്. ഈ രണ്ടിനും മധ്യേ നിരന്തരം ശക്തി പ്രാപിക്കുന്ന ഒരു വികാരമാണ് കോപം. കോപം പലതരത്തിലും പ്രത്യക്ഷപ്പെടാം. തന്റെ സുഖത്തിന് തടസ്സമുണ്ടാക്കുന്ന ആളോട് ശത്രുഭാവം, വിദ്വേഷം, തനിക്ക് കിട്ടാത്തത് മറ്റൊരാൾക്ക് ലഭിച്ചാൽ അയോടുള്ള ഈർഷ്യ, അസൂയ, തുടർന്ന് പരദോഷ ദർശനം എന്ന അസൂയ. ഇതിന്റെയൊക്കെ ഫലമായിട്ട് പരദ്രോഹ ചിന്ത, പ്രതികാരേച്ഛ, ഇവയൊക്കെ ഉള്ളിൽ പെരുകി പെരുകി വരും. ഇതെല്ലാം കോപത്തിന്റെ വിവിധ രൂപങ്ങളാണ്. അപ്പോഴോ എരുതിയിൽ എണ്ണയെന്ന പോലെ കാമലോഭങ്ങൾ കോപത്തെ ജലിപ്പിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഭഗവാൻ പറയാണ്, ലോഭം കാമത്തിന്റെ തന്നെ വകഭേദമായതിനാൽ, അവിടെ വകഭേദമായതിനാൽ ആസുര ജന്മങ്ങളിലേക്കുള്ള പതനത്തിന് ഏറ്റവും അനുയോജ്യം. അപ്പൊ ആസുര ജന്മത്തിലേക്ക് പതിക്കുവാനായിട്ട് ഈ 3 മതി. ആസുര ജന്മം തന്നെയാണ് നരകം, മനസ്സിലായില്ലേ? അപ്പൊ കാമത്തിന്റെ ലോഭത്തിന് സങ്കല്പങ്ങളെയും വികാരങ്ങളെയും വളർത്തി അജ്ഞാനമറക്കി കട്ടികൂട്ടുമെന്നുള്ളത് കൊണ്ടാണ് അവ ആത്മനാശങ്ങളായിട്ട്, ആത്മനാശനം എന്ന് വെച്ചാൽ ആത്മനാശനം എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ പദത്തില്. നരകസ്വേദം ദ്വാരം നാശനമാത്മനഃ. ആത്മനാശത്തിലേക്ക് നയിക്കുന്നതാണ്. എന്തുകൊണ്ടാണ്? പൂർണ്ണമായിട്ടും അജ്ഞാനത്തിലേക്ക് നശിക്കുമ്പം ആത്മാവ് ഉണ്ടെന്ന് പോലുള്ള വിചാരമില്ലല്ലോ. ആത്മാവാണ്, ഈശ്വരനാണ്, നമ്മുടെ ഈശ്വര ചൈതന്യമാണ് നമ്മളെ എല്ലാവരെയും ചലിപ്പിക്കുന്നു എന്നുള്ള വിചാരം അസുര സമ്പത്തുകാർക്ക് ഇല്ല. അതുകൊണ്ടാണ് ആത്മനാശം എന്ന് ഭഗവാൻ പറഞ്ഞത്. പുതിയ സങ്കല്പങ്ങളും വികാരങ്ങളും കാമവും ക്രോധവും ലോഭവും വളർത്തി വളർത്തി അജ്ഞാനമറ കൂടി കൂടി വരും. അങ്ങനെ നരകത്തിന്റെ ഈ വാതിലുകളെ തിരിച്ചറിയുക. ഇവയ്ക്ക് ശക്തി കുറയ്ക്കാൻ യത്നിക്കുന്നതും ചെയ്യുന്ന ആൾ ദൈവിക സമ്പത്തിന്റെ വഴിയിലേക്ക് തിരിയുന്ന ആളാണ്. അപ്പൊ കാമവും ക്രോധവും ലോഭവും നമുക്കുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതിനെ കുറയ്ക്കുവാൻ, നമ്മുടെ കാമം, നമ്മുടെ ലോഭം, നമ്മുടെ ക്രോധം, ഇതാരാണ് കണ്ടുപിടിക്കുക? മറ്റൊരാൾ പറഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടില്ല. അപ്പൊ നമ്മൾ തന്നെ കണ്ടുപിടിക്കണം. അവരോര് തന്നെ ആത്മപരിശോധനയിലൂടെ ആത്മചിന്തകൾ ചെയ്തുകൊണ്ട് നമ്മളെ തന്നെ ഒന്ന് പരിശോധിച്ചുകൊണ്ട് നോക്കണം, എവിടെയാണ് കാമം, എവിടെയാണ് ക്രോധം, എവിടെയാണ് കോപം, അസൂയ ഉണ്ടോ, എന്തൊക്കെ ഉണ്ടോ. അതൊക്കെ നമുക്കുണ്ടെങ്കിൽ ഉടൻ തന്നെ അതിനെ കണ്ടുപിടിച്ചതിനെ ക്ഷമ ചോദിച്ച്, ഭഗവാനോട് ക്ഷമ ചോദിച്ചുകൊണ്ട് അതിനെ ഇല്ലാതെയാക്കുവാനുള്ള പ്രവൃത്തികൾ നമ്മൾ ചെയ്യണം. അങ്ങനെയാണ് ഭഗവാൻ പറയുന്നത്, ഈ 3 വാതിലുകൾ തുറന്നു വെച്ചിട്ടുണ്ടെങ്കിലും ആ വാതിലിൽ കയറാതെ രക്ഷപ്പെടാം. നരകത്തിലേക്കുള്ള വാതിലുകളിൽ കയറാതെ രക്ഷപ്പെടാം. എങ്ങനെ? ദൈവസമ്പത്തിലേക്ക് നമ്മളെ സ്വയം തിരിച്ചുവിടുക. അങ്ങനെ ഈശ്വര ബുദ്ധി അഭ്യസിക്കണം. ഈശ്വരനാണ് ആത്മൻ, ആത്മനാണ് സർവവും, സർവവും ചരാചരങ്ങളും ചലിക്കുന്നത് ഈശ്വരനിലാണ്, പ്രപഞ്ചം മുഴുവൻ ഈശ്വരനാണ്. ഇതൊക്കെയാണ് ഈശ്വര ബുദ്ധി എന്ന് പറയുന്നത്. അങ്ങനെ ഈശ്വര ബുദ്ധി
നമ്മൾ അഭ്യസിക്കും തോറും ഈ നരകവാതിലുകൾ നമുക്ക് മുമ്പിൽ തുറക്കപ്പെടാതെ ആകും. അങ്ങനെ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. നരകത്തിന്റെ ഈ വാതിലുകൾ അടയ്ക്കാനും ഈശ്വരബുദ്ധി എന്ന സ്വർഗവാതിൽ തുറക്കാനും അഭ്യസിച്ച് ക്രമേണ മുന്നോട്ട് നീങ്ങുന്നയാൾ എവിടെയാണ് എത്തിച്ചേരുക എന്നാണ് അർജുനന്റെ അടുത്ത ചോദ്യം. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. നാളെയാണ് നമ്മുടെ അടുത്ത ക്ലാസ്. അപ്പൊ എടുക്കാം. അതായത് ത്രിവിധം നരകസ്യേദം ദ്വാരം നാശനമാത്മനഃ കാമക്രോധസ്തഥാ ലോഭ തസ്മാദേകത്രയം ത്യജേത്. ഇത് മൂന്നും ത്യജിക്കുമ്പോൾ നിങ്ങൾ പിന്നെ നരകവാതിൽ അടച്ചുകൊണ്ട് സ്വർഗത്തിന്റെ വാതിലിലേക്ക് തിരിയാൻ നിങ്ങൾക്ക് ഇടവരും. ആസുര സമ്പത്തികൾ ഉപേക്ഷിച്ചുകൊണ്ട് ദൈവസമ്പത്തിലേക്ക് തിരിയാനായിട്ട് ഇടവരും. അതിന് ഈ 3 നരകവാതിലുകളെ അടയ്ക്കുവാനുള്ള പ്രവൃത്തികളിലേക്ക് ഏർപ്പെടണം എന്നാണ് ഭഗവാൻ ഇവിടെ നമ്മളെ ഉപദേശിക്കുന്നത്. അത് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്ന് നിർത്താം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. യാതൊന്നു കാൺമതതു നാരായണ പ്രതിമ, യാതൊന്നു കേൾപ്പതതു നാരായണ സ്തുതികൾ, യാതൊന്നു ചെയ്വതതു നാരായണാർച്ചനകൾ, യാതൊന്നതൊക്കെ ഹരിനാരായണായ. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീമഹീഷാം. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. സമസ്തലോകാഃ സുഖിനോ ഭവന്തു. സമസ്തലോകാഃ സുഖിനോ ഭവന്തു. സമസ്തലോകാഃ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. സായിരാം. 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 നിമിത ഓഫാക്കിയില്ല.